This is 24. നമസ്കാരം. പണിമുടക്കെന്ന പേരിൽ ജനങ്ങളെ ബന്ദിയാക്കുന്ന ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും തുടരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യവും തൊഴിലും തടസ്സപ്പെടുത്തി തൊഴിലാളികൾക്ക് വേണ്ടി എന്ന പേരിൽ ഈ രാഷ്ട്രീയ കളി ആർക്കുവേണ്ടി? ഹർത്താലുകൾക്ക് സമാനമായ പണിമുടക്കിൽ ജനത്തെ ബന്ദിയാക്കുന്നത് ആര്? 24 വേർഡിക്ട് പരിശോധിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടും. ദേശീയ പണിമുടക്ക് ഹർത്താലാക്കില്ലെന്ന ഉറപ്പ് കേരളത്തിൽ പാഴായി. സമരാനുകൂലികൾ റോഡ് റെയിൽ ഗതാഗതം താറുമാറാക്കി. തുറന്ന കടകൾ അടപ്പിക്കാൻ ശ്രമിച്ച മഞ്ചേരിയിൽ സംഘർഷം. ജോലിക്കെത്തിയ ജീവനക്കാരെ സംസ്ഥാന വ്യാപകമായി തടഞ്ഞു. മെട്രോ നഗരങ്ങളെ പണിമുടക്ക് ബാധിച്ചില്ല. CBI കേസിൽ കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി. അലോക് വർമ്മയെ പുറത്താക്കിയ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. വർമ്മയ്ക്ക് പുനർനിയമനം നൽകാൻ ഉത്തരവ്. CBI ഡയറക്ടർക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കാൻ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ഉൾപ്പെട്ട ഉന്നതതല സമിതി. ശബരിമല യുവതീ പ്രവേശനത്തിൽ അജണ്ടയുണ്ടോ എന്ന് ഹൈക്കോടതി. ദർശനം നടത്തിയ യുവതികൾ വിശ്വാസികളാണോ എന്ന ചോദ്യം. ആരുടെയും പ്രകടനം സന്നിധാനത്ത് വേണ്ടെന്നും ഹൈക്കോടതി. തന്ത്രിയെ നിയമിച്ചത് ദേവസ്വം ബോർഡ് അല്ലെന്ന് താഴമൺ മഠം. സമരരൂപം മാറ്റി കർമ്മസമിതി. രഥയാത്രയും സെക്രട്ടേറിയറ്റ് വളയലും റദ്ദാക്കി. പ്രധാനമന്ത്രിയെ നേരിട്ട് കാണും. 100 കേന്ദ്രങ്ങളിൽ പൊതുയോഗം. പൗരത്വ ബിൽ ലോക്സഭ പാസാക്കി. ഏതെങ്കിലും മതവിഭാഗത്തെ ഉന്നം വെച്ചല്ല ബില്ലെന്ന് രാജ്നാഥ് സിംഗ്. ചർച്ച കോൺഗ്രസ് ബഹിഷ്കരിച്ചു. സാമ്പത്തിക സംവരണ ബില്ലിൽ സഭയിൽ ചർച്ച. ബില്ലിനെ വിമർശിച്ച CPIM PB. തിടുക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന യെച്ചൂരി. അയോധ്യ കേസ് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. വിവാദങ്ങൾക്കിടെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തും. സംസ്ഥാന സർക്കാരിന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു. ഈ മാസം 15-ന് കേരളത്തിലെത്തുന്ന മോദി ഉദ്ഘാടകനാകുമെന്ന് ഉറപ്പ് ലഭിച്ചതായി കൊല്ലം MP NK പ്രേമചന്ദ്രൻ. മുഖ്യമന്ത്രിയും ചടങ്ങിനെത്തുമെന്ന് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ. ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ട ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത സിസ്റ്റർ ലൂസിക്ക് താക്കീത്. സന്യാസി സഭയ്ക്ക് നാണക്കേടുണ്ടാക്കി. ആലപ്പാടിന് പിന്നാലെ കൊല്ലത്തെ പൊന്മന ഗ്രാമവും അശാസ്ത്രീയ ഖനനത്തെ തുടർന്ന് കടലെടുക്കുന്നു. പ്രദേശവാസികൾ തീരം ഉപേക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി. 900 കുടുംബങ്ങൾ താമസിച്ച തീരദേശത്ത് ഇനിയുള്ളത് 3 കുടുംബങ്ങൾ മാത്രം. 24 പരമ്പര തുടരുന്നു. മണൽ ദ്വീപിനെ കടലെടുക്കുന്നു. വേദിക്ക് തുടങ്ങുമ്പോൾ CITU അഖിലേന്ത്യാ സെക്രട്ടറി K ചന്ദ്രൻപിള്ള, ഒപ്പം തന്നെ INTUC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി VR പ്രതാപൻ, BMS സംസ്ഥാന സെക്രട്ടറി R രഘുരാജ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് T നസറുദ്ദീൻ, ഒപ്പം തന്നെ പൊതുപ്രവർത്തകൻ DB ബിനു എന്നിവരെയാണ് വേർഡിക്റ്റിൽ അതിഥികളായി പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ അഭിപ്രായങ്ങളിലേക്ക് ഒക്കെ എത്തേണ്ടതുണ്ട്. അതിനു മുൻപ് ചില റിപ്പോർട്ടുകൾ കാണേണ്ടതുണ്ട്. ദ്വിദിന ദേശീയ പണിമുടക്കിന്റെ ആദ്യ ദിനത്തിൽ ജനം പെരുവഴിയിലായി. സംസ്ഥാനത്തെമ്പാടും ട്രെയിനുകൾ തടഞ്ഞും ബസ്സുകൾ മുടക്കിയും സമരാനുകൂലികൾ. കേരളത്തിൽ തീവണ്ടി ഗതാഗതം താറുമാറായി. പൊതുഗതാഗതം നിശ്ചലമായിരുന്നു. നേതാക്കളുടെ ഉറപ്പ് പാഴ്വാക്കായി. നേതാക്കളെ വിശ്വസിച്ച് യാത്രക്കിറങ്ങിയവർ പെരുവഴിയിലുമായി. ട്രെയിനുകൾ തടയില്ല, പ്ലാറ്റ്ഫോമിൽ പ്രകടനം നടത്തുകയുള്ളൂ എന്ന നേതാക്കളുടെ ഉറപ്പ് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ കാറ്റിൽ പറന്നു. രാവിലെ 5 മുതൽ ട്രെയിനുകൾ വ്യാപകമായി തടഞ്ഞു. വേണാട് എക്സ്പ്രസ്, ജനശതാബ്ദി, രപ്തിസാഗർ, നാഗർകോവിൽ പാസഞ്ചർ എന്നീ ട്രെയിനുകളാണ് തിരുവനന്തപുരത്ത് തടഞ്ഞത്. ട്രെയിൻ ഗതാഗതം താറുമാറായത് യാത്രക്കാരെ നന്നേ വലച്ചു. KSRTC ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തതോടെ പൊതുഗതാഗതവും നിലച്ചു. ശബരിമലയിലേക്ക് ചില സർവീസുകൾ ഓടിയതൊഴിച്ചാൽ ബസ് ഡിപ്പോകൾ നിശ്ചലമായിരുന്നു. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. ഓട്ടോറിക്ഷകളെ പലയിടത്തും സമരാനുകൂലികൾ തടഞ്ഞ് യാത്രക്കാരെ വഴിയിലിറക്കി വിട്ടു. ഭരണപ്രതിപക്ഷ സംഘടനകൾ പണിമുടക്കിയതോടെ സെക്രട്ടേറിയറ്റ് പൊതുവെ വിജനമായി. മന്ത്രിമാരാരും ഓഫീസുകളിലെത്തിയില്ല. ടൂറിസം മേഖലയെ പണിമുടക്ക് കാര്യമായി ബാധിച്ചില്ല. പണിമുടക്കിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം നിശ്ചലമായി. തുറന്ന് പ്രവർത്തിച്ച സ്ഥാപനങ്ങളിൽ ഹാജർ നില നന്നേ കുറവായിരുന്നു. IT മേഖലയിലും പണിമുടക്ക് ഭാഗികം. ഹർത്താൽ ദിനത്തേക്കാൾ ജനജീവിതം തടസ്സപ്പെടുത്തുന്ന നിലയിലായി പണിമുടക്കിന്റെ ആദ്യ ദിനം. പണിമുടക്ക് ഹർത്താലാവില്ലെന്നായിരുന്നു നേതാക്കളുടെ അവകാശവാദം. എന്നാൽ പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന് എന്ന നിലയിലായി കാര്യങ്ങൾ. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ഹർത്താലിന് സമാനമായി പണിമുടക്കിനെ ജനങ്ങളെ എങ്ങനെ ബാധിച്ചെന്നറിയാം. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്.
ഞങ്ങളൊരു ഓട്ടോയ്ക്ക് കുറച്ച് പൈസ അധികം കൊടുത്തിട്ടൊക്കെ വന്നു. അപ്പോൾ തിരിച്ചു പോകാനൊരു വഴിയില്ല. അല്ല, ഈ ആശുപത്രിക്കാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവവും നടക്കുന്നുണ്ട്. ഹർത്താലൊന്നും മനുഷ്യനെ ദോഷമല്ലേ ചെയ്യുന്നുള്ളൂ. ഓരോരുത്തർ പ്രതിഷേധിക്കാൻ കുറച്ച് മുമ്പേ അറിയിച്ചാൽ പ്രശ്നമില്ല, നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം ജോലിക്ക് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേതനം കിട്ടില്ല, മുതലാളിക്ക് അതിൻ്റെതായ ലാഭം കിട്ടില്ല. പക്ഷേ വാടക കൊടുക്കണം. അപ്പോൾ തൊഴിലാളിക്കും മുതലാളിക്കും പൊതുസമൂഹത്തിന് തന്നെ ഭയങ്കര നഷ്ടമാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് വിദ്യാഭ്യാസമായിട്ട് നമുക്ക് എക്സാമുകൾ മാറ്റി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുണ്ട്. ആവശ്യമില്ലാത്തൊരു സാധനമാണ്. വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങൾ പരിശോധിക്കുക, ഹർത്താൽ പണിമുടക്കൊന്നും ആവശ്യമില്ല. കണ്ടില്ല, ഇപ്പോഴത്തെ അവസ്ഥ തന്നെ കണ്ടില്ല. ഞങ്ങളിവിടെ ഒന്നും നടക്കുന്നില്ല, രാവിലെ മുതൽ തുറന്നിട്ടിരിക്കുന്നതാണ്. വരുന്ന വഴിയിൽ പല കടകളുമില്ല, പെട്രോൾ പമ്പുകൾ പലതുമില്ല. പല സ്ഥലങ്ങളിലും ബസ് കാത്ത ആളുകൾ നിൽക്കുന്നുണ്ട്. ആ വഴിക്ക് വളരെ ബുദ്ധിമുട്ട് ആയ ഒരവസ്ഥയിലാണ് ഹർത്താൽ വരുമ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും ഹർത്താലുകൾ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ കാര്യമാണ് ബുദ്ധിമുട്ട്. ഈ ബാങ്ക് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എന്നിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത്. നിങ്ങൾ തകർന്ന് തരിപ്പണായിട്ട് പോകാൻ നിൽക്കണം. ആ കണ്ടീഷൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മുടക്കും, സാധനങ്ങൾ ബാക്കി വരലും ഇതൊക്കെ ആയിട്ട് ആൾക്കാർക്ക് അത് നല്ലോണം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടെല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്ക് എടുത്ത സാധനങ്ങളൊക്കെ ബെൻഡിങ് ആവുക, നാശമായി പോവുക, വണ്ടികളൊന്നും ഓട്ടമില്ല, കച്ചവടം വളരെ മോശമാണ്. ഇത് വിചാരിച്ച് നമ്മൾ ചരക്കെടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥകളാണ്. ഇതിലും ഭേദം അടച്ചിടുന്നത് തന്നെയാണ്. കാരണം ഇലക്ട്രിസിറ്റി ബില്ല് അതും ഇതൊക്കെ കയറുമല്ലേ. ഏതെങ്കിലും ഒരു ഹർത്താലിൽ ഉദ്ദേശിച്ച ഫലം കിട്ടിയിട്ടുണ്ടോ? എൻ്റെ അറിവനുസരിച്ച് കിട്ടിയിട്ടില്ല. അല്ലാതെ തന്നെ കച്ചവടം കുറവാണ്. അപ്പോൾ പണിമുടക്കായതുകൊണ്ട് കച്ചവടം തീരെയില്ല. ഞങ്ങൾ വെറുതെ വന്ന് തുറന്നിരിക്കുക. ഇത് പണിമുടക്കം ഒരു കാര്യമില്ലാത്ത പണിമുടക്കാണ്. സാധാരണക്കാരനെ പറ്റി അവർ ബോധയിടുകയല്ല. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സഫറേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരനാണ്. ആര് ഭരിച്ചാലും നമുക്ക് പണിയെടുത്താലല്ലേ കഴിഞ്ഞിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഹർത്താലുകൾ ഇങ്ങനെ മുട്ടുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാക്കുള്ളൂ. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് പിള്ളേരെ നമ്മൾ മടിയന്മാരാക്കുക. അവർക്ക് ഹർത്താൽ എന്ന് പറഞ്ഞാൽ ആഘോഷമായി. ഇപ്പം മാസം CC കിടക്കുന്നുണ്ട്. മാസം വണ്ടി പണി കയറ്റിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓടാൻ ഇറങ്ങി. ഇതിങ്ങനെ ഹർത്താലും ഈ പണി മുടക്കുന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഹർത്താൽ വേണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. നിരോധനം വേണം. ഈ വരുന്ന ഹർത്താലുകളെല്ലാം നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ജനജീവിതത്തെ നല്ലോണം ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പണിമുടക്ക് ദേശീയ തലത്തിൽ അത്യാവശ്യമാണ്. അടിക്കടി ഉണ്ടാകുന്ന ഈ പണിമുടക്ക് സാധാരണപ്പെട്ട ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുകയാണ്. കഴിഞ്ഞുപോയ ആ ഹർത്താൽ ജനങ്ങളെ വളരെയധികം ഭയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾ വെളിയിൽ ഇറങ്ങാൻ മടിക്കുന്നു. പണിമുടക്ക് കൊണ്ട് ഇന്ന് വളരെ ഒരു പരിപാടി നടന്നിട്ടില്ല. കച്ചവടത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. വേഡിക്റ്റിലേക്ക് കടക്കുകയാണ്. CITU അഖിലേന്ത്യാ സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള. ശ്രീ ചന്ദ്രൻപിള്ള, താങ്കളോട് തന്നെയാണ് ആദ്യം ചോദിക്കാനുള്ളത്. ജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ജനജീവിതം തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഈ പണിമുടക്ക്, ഹർത്താലിന് സമാനമായ പണിമുടക്കിൽ ജനജീവിതത്തെ ബന്ദികളാക്കിയതിന് എന്ത് ന്യായീകരണമാണുള്ളത്? ബന്ദികളാക്കി എന്നുള്ള പ്രയോഗത്തോട് യോജിക്കുന്നില്ല. നിങ്ങളുടെ സാമ്പിളുകളെല്ലാം ഏകപക്ഷീയമാണ്. ജനമെന്ന് പറയുന്നതിനകത്ത് ഇന്ത്യയിലെ തൊഴിലാളികളും കൂടി പെടുന്നുണ്ട്. ഈ പണിമുടക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 28 പ്രഖ്യാപിച്ചതാണ്. പണിമുടക്ക് നമ്മുടെ രാജ്യത്ത് പുതിയതോ തെറ്റായൊരു കാര്യമാണെന്ന് ആരും കണക്കാക്കുന്നില്ല. ബുദ്ധിമുട്ടുകൾ ശരിയാണ്, അത് ചൂണ്ടിക്കാണിച്ചതെല്ലാം ശരിയാണ്. ആ കുറേ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതയുമാണ്. രാജ്യത്തെ വണ്ടി ഓടിക്കുന്ന ആളുകൾ വണ്ടി ഓടിക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം കുറേയേറെ സ്വകാര്യ വാഹനങ്ങൾ ഓടിയിട്ടുണ്ട്. ഞാൻ രണ്ട് കാര്യങ്ങൾ ആദ്യമേ പറയാം. കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനെ ബലം പ്രയോഗിച്ച് അടപ്പിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിന് അപവാദമായി 1-2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് തീർച്ചയായും ഞങ്ങൾ ശ്രദ്ധിക്കുകയും നടപടിക്ക് വിധേയമാക്കുകയും ചെയ്യും. വാഹനങ്ങളുടെ കാര്യത്തിൽ വാഹനങ്ങൾ പൊതുവിൽ തടയുന്നില്ല. നിങ്ങൾക്ക് നിരത്തിലേക്ക് നോക്കിയാൽ അറിയാം. 1-2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ വണ്ടികൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ തടയാന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരുന്നില്ല. സംസ്ഥാനത്ത് മറ്റേത് പണിമുടക്ക് ദിവസത്തെക്കാളും വാഹനങ്ങൾ ഓടിയെന്നുള്ളതാണ് വസ്തുത. ട്രെയിനിൻ്റെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഇടയ്ക്ക് വന്നു. ഞങ്ങൾ ഇന്ന് 32 കേന്ദ്രങ്ങളിൽ ട്രെയിൻ തടയുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് മുൻകൂട്ടി പ്രഖ്യാപിച്ചതായിരുന്നു ഓരോ ജില്ലയിലും. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ട്രെയിനുകൾ സഞ്ചരിക്കുന്നവരോട് അവിടെ കൂട്ടമായി ചെന്ന് ഈ ദിവസം യാത്ര ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നമ്മൾ കാണേണ്ട കാര്യം, ഈ പണിമുടക്കത്തിനൊക്കെ ഉന്നയിച്ച ആവശ്യങ്ങൾ ശ്രദ്ധിക്കണം. പണിമുടക്കുന്നത് എല്ലാ ദിവസവും പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. കൂലിയോടും സേവന വ്യവസ്ഥകളോടും പൊതുവിലുള്ള സാമ്പത്തിക നയത്തോടും തർക്കമുള്ള തൊഴിലാളികൾ ഞങ്ങൾ പണിക്ക് വരില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ട് പണി മുടക്കുന്നത് നിയമപരമായൊരു നടപടിയാണ്. അനുബന്ധമായി ആ പണിമുടക്കൊണ്ട് എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും തൊഴിലാളികളൊക്കെ നിശ്ചയിച്ച് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം.
ഇന്ത്യയിൽ നമ്മളുടെ ഈ റിപ്പോർട്ടിംഗ് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ മാത്രമാണ് പണിമുടക്കം തോന്നും. ഇപ്പോൾ രാജ്യമാകെ സ്തംഭിച്ചു കഴിഞ്ഞ 9 ആഴ്ചയായിട്ട് നിൽക്കുന്ന ഫ്രാൻസ് ഉൾപ്പെടെ നോക്കൂ. ഞാൻ ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ടിനെ എല്ലാം നിസ്സാരവൽക്കരിക്കുകയൊന്നും ചെയ്യുന്നില്ല. പണിമുടക്കിൻ്റെ വെച്ച നിങ്ങൾ നോക്കണം. ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടർ സമ്പൂർണ്ണമായിട്ട് ഇന്ന് സ്തംഭിച്ചു, നാളെയും സ്തംഭിക്കുകയാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾ സ്തംഭിച്ചു, റോഡ് ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. ഈ പ്രൈവറ്റ് വാഹനങ്ങൾ ഓടിയതൊഴിച്ചാൽ ട്രാൻസ്പോർട്ട് സെക്ടർ പൂർണ്ണമായി ഈ സ്തംഭനം കൊണ്ടുണ്ടാകുന്ന ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്താൽ ഏതായിരിക്കും കൂടുതലെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം മാത്രമല്ല, മറ്റെല്ലാ നഷ്ടങ്ങളും കണക്കാക്കിയാൽ ഏത് ത്രാസിലിട്ട് തൂക്കിയാൽ ഏത് തട്ട് താഴ്ന്നു നിൽക്കും? നമുക്ക് ഇതിൻ്റെ എല്ലാ വശങ്ങളും ശാന്തമായി നല്ലപോലെ ചർച്ച ചെയ്യാം. വിരുദ്ധ അഭിപ്രായങ്ങളോട് അത് കേൾക്കാം. വലിയ വിയോജിപ്പ് വരുന്നിടത്ത് നമുക്ക് യോജിപ്പിനുള്ള മാർഗം ശ്രമിക്കാം. ഞാൻ പറയുന്ന ഓൾ ഇന്ത്യ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഈ കഴിഞ്ഞ ഡിസംബർ അവസാനം ഇന്ത്യയിലെ വ്യവസായ രംഗത്തെ സംബന്ധിച്ച് ഒരു വലിയ സർവേ നടത്തി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. KE രഘുനാഥൻ എന്ന് പറയുന്ന AIMOയുടെ പ്രസിഡന്റ് അത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. 34,000 സാമ്പിള് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും കടന്നുപോയിട്ട് അവർ ചെയ്തിട്ട് പറഞ്ഞു, മൈക്രോ സെക്ടർ, മീഡിയം സെക്ടർ, അതുപോലെ തന്നെ സ്മോൾ സെക്ടർ വലിയ തോതിൽ തൊഴിൽ നഷ്ടപ്പെട്ടു. ഗവൺമെൻറ് സാമ്പത്തിക നടപടി കൊണ്ട് മാത്രമാണ്. അതിന് ഒരു പ്രധാന ഘടകം ഗവൺമെൻറ് നയങ്ങളിൽ വന്ന മാറ്റമാണ്. അതിൽ നോട്ട് പിൻവലിച്ചതുണ്ട്, GST ഉണ്ട്. ഈ തൊഴിൽ നഷ്ടം ഞങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാതെ കഴിയില്ല. ആ നയമാറ്റം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സംഘടിതമായ തൊഴിലാളി സംഘടനകളെല്ലാം യോജിച്ചിരിക്കുകയാണ്. അത് കാരണം നമ്മൾ BMS ഒഴികെയുള്ള എല്ലാ സംഘടനകളും രാജ്യത്ത് യോജിച്ചിരിക്കുന്നു. വ്യത്യസ്ത ആശയ രാഷ്ട്രീയ ധാരണയുള്ള തൊഴിലാളികൾ പങ്കെടുക്കുമ്പോൾ 20 കോടിയിലധികം ആളുകൾ പങ്കെടുത്തിരിക്കുകയാണ്. അതിനൊരു മൂല്യവുമില്ലാത്ത വിധത്തിൽ നമ്മൾ ചർച്ച സംഘടിപ്പിക്കുന്നത് തെറ്റാണ്. ഗവൺമെൻറ് ചെയ്തത് എന്താ? ഈ 4 മാസത്തിനിടയിൽ ഒരു തവണ പോലും ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറായില്ല. അങ്ങനൊരു രാജ്യമുണ്ടോ? ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിൽ പ്രശ്നം വന്നപ്പോൾ എല്ലാ സംഘടനകളെയും വിളിച്ച് ആ കാര്യത്തിലേക്കൊക്കെ തിരികെ എത്താൻ ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ടി നസറുദ്ദീൻ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ടി നസറുദ്ദീൻ, ഇന്നലെ മീറ്റിംഗ് വിളിച്ചപ്പോഴും അല്ലെങ്കിൽ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞിരുന്നു ഈ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കും, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ചിലയിടത്ത് കട തുറക്കാൻ ശ്രമിച്ചു, സംഘർഷം ഉണ്ടായതൊഴിച്ചാൽ മിക്ക സ്ഥലങ്ങളിലും ഹർത്താലിന് സമാനമായി ഈ പറയുന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു തന്നെ കിടന്നിരുന്നു. അതെന്തുകൊണ്ടാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ളവർ കടകൾ തുറന്ന് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ ശ്രമിക്കാതിരുന്നത്? 2018 വരെ ഉണ്ടായിരുന്ന ഹർത്താലുകളെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ് ഹർത്താലിന് കടകൾ പൂട്ടിയിടുന്ന സമ്പ്രദായം നിർത്തണം. അതുകൊണ്ട് തൊഴിലാളി സംഘടനകൾ ഞങ്ങളോട് സഹകരിക്കണം. ഈ 8, 9 ഇന്ന് നടന്ന 8-ാം തീയതി നടന്ന സമരത്തിൽ തൊഴിലാളി യൂണിയൻ കടകൾക്ക് നേരെ ആക്രമണം നടത്തിയില്ല എന്ന് അവരത് പണിമുടക്കായി തന്നെ അംഗീകരിച്ച് പ്രവർത്തിച്ചു എന്നതിലും അവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ. 1, 2, 3 സ്ഥലത്ത് കുറച്ച് അക്രമാസക്തമായ ചില സംഭവങ്ങൾ ഉണ്ടായത് മറച്ചു വെച്ചുകൊണ്ടല്ല. 1 കോടി ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ 1, 2 സ്ഥലത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. നാളെ ആ പ്രശ്നങ്ങളും ഇല്ലാത്ത വിധത്തിൽ ട്രേഡ് യൂണിയനുകൾ ഞങ്ങളോട് സഹകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ഇതോടുകൂടി കേരളത്തിൽ ഹർത്താൽ രഹിത കേരളം, നവകേരളം സൃഷ്ടിക്കാനുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് അത്തരത്തിൽ ഇന്നലെ എടുത്ത അത്തരത്തിലുള്ള നിലപാടിൽ വെള്ളം ചേർക്കുകയായിരുന്നു ഇന്ന് ചെയ്തതെന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് മിക്ക സ്ഥാപനങ്ങളും, മിക്ക വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. തൊഴിലാളികൾ സമരം ചെയ്യുന്നതിന് ഞങ്ങൾ എതിർത്തിട്ടില്ല. തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് സമരം ചെയ്യുന്നതിനെ ഹർത്താലാക്കുന്ന നടപടിയോടാണ് ഞങ്ങൾ എതിർത്തത്. അതാക്കാൻ നേതൃത്വവും തൊഴിലാളികളും തയ്യാറായിട്ടില്ല എന്നതാണ്. 1 കോടി ജനങ്ങൾ പങ്കെടുത്ത ഒരു സമരത്തിൽ ഒരു 3-4 സ്ഥലത്ത് ആക്രമണങ്ങളുണ്ടായി. മഞ്ചേരിയിലുണ്ടായി, തിരൂരിലുണ്ടായി, കോയംകുളത്തുണ്ടായി, ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായി. ഞാൻ മറച്ചു വെക്കുന്നില്ല. അത്രയും കുറഞ്ഞ വിധത്തിൽ ഒരു വലിയ പ്രക്ഷോഭം നടത്തിയതിന് ട്രേഡ് യൂണിയനുകൾ ഉടമകളുമായി സഹകരിച്ചു എന്ന് തന്നെ മനസ്സിലാക്കി. ഹർത്താലായാലും പണിമുടക്കാലും വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. ആ ന്യായീകരണം എന്തായാലും വിലപ്പോവില്ല. അത് ഇന്നലെ എടുത്ത നിലപാടിൽ വെള്ളം ചേർക്കുക തന്നെയാണ്, ഘടകവിരുദ്ധമായ നിലപാട് തന്നെയാണ്. ഇപ്പോൾ താങ്കളിലേക്ക് തിരികെ എത്തുമ്പോൾ BMSന്റെ സംസ്ഥാന സെക്രട്ടറി R. രഘുരാജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ R. രഘുരാജ്, ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മറ്റ് ഹർത്താലിലൊക്കെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും എതിർക്കാറുണ്ട്, വലിയ പ്രസംഗങ്ങൾ നടത്താറുണ്ട്. ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ ഒരു സമരം, ഒരു പണിമുടക്ക് നടത്തുന്നു. എങ്ങനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഈ പണിമുടക്കെന്ന് വെച്ചാൽ തന്നെ
അടിസ്ഥാനപരമായ ഒരു ആവശ്യവും ഉന്നയിക്കാത്തൊരു പണിമുടക്കാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുമെന്നാണ് സഖാവ് ചന്ദ്രൻപിള്ള സഖാവിൻ്റെ യൂണിയനുകളും മറ്റും പറയുന്നത്. കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇന്ന് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ തടസ്സപ്പെടുത്തി. കാരണം ഇവരുടെ ആഹ്വാനം കേട്ട് റെയിൽവേ ജീവനക്കാർ പണിമുടക്കാത്തതുകൊണ്ട് ആയുധം ഉപയോഗിച്ചും ആളിനെ സംഘടിപ്പിച്ചും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതുമാത്രമല്ല, കേരളത്തിൽ സംഭവിച്ചത് ശബരിമലയുടെ പേരിൽ ഹർത്താൽ നടത്തിയപ്പം കട തുറക്കുമെന്ന് പറഞ്ഞ വ്യാപാരി സമൂഹത്തിൻ്റെ ഇപ്പോൾ നസ്രുദ്ദീൻ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങളിന്ന് കട ബോധപൂർവ്വം അടച്ചയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് ഇതിലൊക്കെ ചില നിറങ്ങളുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ചില പ്രത്യേക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നഗരങ്ങളിലും പ്രശ്നം ഉണ്ടായില്ല, ഒരിടത്തും ആരും പണിമുടക്കിയില്ല. ആകെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ കയറാൻ പോയ യാത്രക്കാരെ തടസ്സപ്പെടുത്തി റെയിൽവേ തീവണ്ടികൾ തടഞ്ഞു. എന്തിനു വേണ്ടി? ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിന് ശ്രീ ടി നസ്രുദ്ദീനിൽ നിന്ന് മറുപടി ആവശ്യമുണ്ട്. ശ്രീ ടി നസ്രുദ്ദീൻ, ഇപ്പോൾ BMSന്റെ സംസ്ഥാന സെക്രട്ടറി രഘുരാജ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഇന്ന് കടകൾ തുറക്കാതിരുന്നത്, അല്ലെങ്കിൽ ഹർത്താൽ ദിനത്തിൽ കടകൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇന്ന് കടകൾ തുറക്കാതിരുന്നത്, പണിമുടക്കിൽ കടകൾ തുറക്കാതിരുന്നത്, അല്ലെങ്കിൽ പണിമുടക്കിനോട് സഹകരിച്ചത്, അത് നിങ്ങളുടെ രാഷ്ട്രീയ നിറം വ്യക്തമാക്കുന്നതാണ്, വ്യാപാരി വ്യവസായികളുടെ രാഷ്ട്രീയ നിറം വ്യക്തമാക്കുന്നതാണ്. അതിൽ ചില നിറങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ആരോപണം ശരിയല്ലേ? അതിന് മറുപടി ഉണ്ടോ? അല്ല, ഞങ്ങളെ പലപ്പോഴും പല പണ്ട് BJP-കാരനാണെന്ന് പറഞ്ഞിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിരുന്നു, കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. 8ഉം 9ഉം പണിമുടക്ക് വളരെ നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് പണിമുടക്കായി ഹർത്താലായി പോകുമെന്നൊരു വിചാരം നേരത്തെ പ്രഖ്യാപിച്ചതാണ്, ശരി തന്നെ. പക്ഷേ ഇത്രയധികം ഹർത്താലുകളുടെ ജനം വലഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും ഒരു പണിമുടക്കിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന വ്യാപാരികളുടെ ആ ഒരു നടപടിയാണ് ഞാൻ ചോദിച്ചത്. അതിൽ ചില രാഷ്ട്രീയം സംശയിക്കേണ്ടതില്ലേ? 8ഉം 9ഉം ഹർത്താൽ ആയിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു, പലരും വിചാരിച്ചു, രാജ്യം മുഴുവൻ വിചാരിച്ചു. ട്രേഡ് യൂണിയനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഹർത്താൽ മാറ്റി പണിമുടക്കായി തന്നെ കേരളത്തിൽ മാറ്റി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പോലെ തന്നെയുള്ളൊരു പണിമുടക്കാണ് കേരളത്തിൽ നടന്നത്. പ്രത്യേകമായിട്ടുള്ളൊരു പണിമുടക്കല്ല ഉണ്ടായത്. അതുകൊണ്ട് നാളെ മുഴുവൻ കടകളും തുറക്കുമെന്ന് ഞങ്ങൾ പറയുകയാണ്. ട്രേഡ് യൂണിയനുകൾ പറഞ്ഞിട്ടുണ്ട്, കട തുറക്കുന്നതിന് ഒരു വിരോധമില്ല. ചെയ്യുന്നവരാണ് ഇന്നത്തെ സമരം കൊണ്ട് അവർ തെളിയിക്കുകയും ചെയ്തു. കേരളത്തിലൊരു 2-3 സ്ഥലത്ത് ഒഴിച്ചാൽ വേറെ ഒരു സ്ഥലത്തും പ്രശ്നം ഉണ്ടായിട്ടില്ല. നാളെ മുഴുവൻ കടകളും തുറക്കും. ഞങ്ങൾ ഹർത്താൽ വിമുക്ത കേരളം എന്ന 2019 എന്ന ആശയം മുറുകെ പിടിക്കും. ഇനി ഇവർ മുൻകൂട്ടി പറഞ്ഞ് ചെയ്താലും, ഹൈക്കോടതി 7 ദിവസം മുമ്പ് നോട്ടീസ് തന്നാലും ഹർത്താൽ വിമുക്ത കേരളം തന്നെയായിരിക്കും 2019. വളരെ നല്ല തീരുമാനം തന്നെയാണ്. 2019 ഹർത്താൽ വിമുക്ത വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത്തരത്തിൽ തന്നെ പോകട്ടെ കാര്യങ്ങൾ, കുഴപ്പമില്ല. ഇപ്പോൾ INTUC-യുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി VR പ്രതാപൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VR പ്രതാപൻ, ഇത്തരത്തിൽ ഈ തൊഴിലാളി സ്നേഹം പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നത്? ഏതെങ്കിലും ആളുകൾക്ക് ഇന്ന് കൃത്യമായി അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, ഇതിൽ സമ്പൂർണ്ണ തൃപ്തിയുള്ള ആരെങ്കിലും ഉണ്ടോ ഇന്ന് കേരളത്തിൽ? ഈ പണിമുടക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിപ്പ് ഈ രാജ്യത്തുണ്ടാക്കുന്നതിന് വേണ്ടിയല്ല. കേൾക്കുന്നില്ല? പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നില്ല. ഈ പണിമുടക്ക് ഇന്ത്യൻ ജനതയെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തൊഴിലാളി സമൂഹത്തെ, സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന പണിമുടക്കല്ല. ഈ പണിമുടക്ക് നേരത്തെ പറഞ്ഞതുപോലെ 4 മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച് ജനങ്ങളുടെ ഇടയിൽ വിപുലമായ പ്രചരണം നടത്തി ജനങ്ങളെ ഇക്കാര്യങ്ങൾ ബോധവൽക്കരിച്ച് വളരെ കൃത്യമായ ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പണിമുടക്കാണ്. ഞാനൊന്ന് ഇടപെടുകയാണ്. ശരിയാണ്, 4 മാസം മുമ്പ് പ്രഖ്യാപിച്ചതാണ്, കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയതാണ്. പക്ഷേ കേരളത്തിന് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഒരു പ്രളയം കഴിഞ്ഞ് അതിനെ അതിജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ് കേരളമുള്ളത്. നിരവധി ഹർത്താലുകൾ വന്നു, ജനം ഏറെ ബുദ്ധിമുട്ടിലായി. അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ട്രെയിൻ തടയുന്നതും തുറന്ന കടകൾ അടപ്പിക്കുന്നതും, അല്ലെങ്കിൽ അത്തരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അത് തെറ്റല്ലേ? അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? INTUC എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് കേരളത്തിൽ മാത്രമായി പ്രഖ്യാപിച്ച പണിമുടക്കല്ല. ഇത് ഇന്ത്യൻ ദേശീയ സാഹചര്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള തൊഴിലാളി. പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഹർത്താലിന് സമാനമായി പോയത്. ശ്രീ VR പ്രതാപൻ, ഒന്നുമല്ല. ഇവിടെ നേരത്തെ സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ നാമമാത്രമായ ചില ഇടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് പരിശോധിക്കുന്നതാണ്. വളരെ വ്യക്തമായി പറയട്ടെ, കേരളത്തിന്റെ സമരരംഗത്ത്,
കേരളത്തിൻ്റെ പണിമുടക്ക് രംഗത്ത് ഒരു മാറ്റം സൃഷ്ടിച്ചിരിക്കുന്ന പണിമുടക്കാണ് ഇന്നും നാളെയുമായി നടക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്തെ സമരസമിതിയുടെ ചെയർമാനാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ 10,000-കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത സമരം നടന്നു വരികയാണ്. ഇപ്പോഴും ഏതാണ്ട് 4,000-ഓളം ആളുകൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ പണിമുടക്കിൽ പങ്കെടുത്തിരിക്കുകയാണ്. അതിനിടയിൽ നിന്നാണ് ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ, കേരളത്തിന് മാത്രം നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റിയൊരു പണിമുടക്കല്ല. ദേശീയ ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ പണിമുടക്കുമായി ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെയും നയങ്ങളെയും സാമ്പത്തിക നയങ്ങളെയും സമീപനങ്ങളെയും തൊഴിലാളികൾ എതിർത്തിട്ടുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച പണിമുടക്കിനെ എതിർക്കുന്ന നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന സുഹൃത്തിന്റെ സംഘടന BMS അന്നൊക്കെ ഈ പണിമുടക്കിൽ ഞങ്ങളോടൊപ്പം നിന്നതാണ്. ഒറ്റ കാര്യം കൂടി പറയാം. ആ സുഹൃത്ത് പറഞ്ഞല്ലോ, രാജസ്ഥാനിൽ വിജയരാജ് സിന്ധ്യ ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി നടത്തിയ പണിമുടക്കിൽ, അവിടെ നടത്തുന്ന തൊഴിലാളി മാർച്ചിൽ ഏതാണ്ട് 50,000-ഓളം ആളുകൾ പങ്കെടുത്ത മാർച്ചിൽ BMS ഉണ്ടായിരുന്നു. കനത്ത ലാത്തിചാർജ് നടത്തി. എത്ര BMSന്റെ സുഹൃത്തുക്കളാണ് അന്ന് രാജസ്ഥാനിലെ ജയിലിലേക്ക് പോയത്? എത്ര ദിവസം അവർ ജയിലിൽ അറയ്ക്കകത്തുണ്ടായിരുന്നു? അത് മറന്നുപോകരുത്. നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് തൊഴിലാളികളെല്ലാം കൂടി സമരം ചെയ്യാമെന്ന് പറഞ്ഞിറങ്ങിയ സമരമല്ല. നമുക്കറിയാം, ഈ രാജ്യത്തെ UPA ഗവൺമെന്റിന്റെ കാലത്തും സാമ്പത്തിക നയങ്ങൾക്കെതിരായി INTUC ഉൾപ്പെടെയുള്ള BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒരുമിച്ച് നിന്നാണ് സമരം നടത്തിയത്. അന്നുന്നയിച്ച ആവശ്യങ്ങളിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ആ ഗവൺമെന്റിന്റെ തെറ്റുകൾ തിരുത്തും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. സുഹൃത്ത് മറുപടി പറയട്ടെ. ILO സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വന്നത് ഒരാഴ്ച മുമ്പാണ്. നിലവിൽ തൊഴിലുണ്ടായിരുന്ന ആളുകൾ ഇതൊക്കെ സമ്മതിക്കുന്നു. ട്രേഡ് യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്ന 12 ആവശ്യങ്ങൾ അതും അംഗീകരിക്കുന്നു. പക്ഷെ അതിന് ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കേണ്ടതുണ്ടോ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. താങ്കളിലേക്ക് ഞാൻ തിരികെ എത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് DB ബിനു ചേരുന്നുണ്ട്, പൊതുപ്രവർത്തകൻ. ശ്രീ DB ബിനു, ഇത്തരത്തിൽ ഈ ഒരു തൊഴിൽ സംസ്കാരം അല്ലെങ്കിൽ ഈ ഒരു പണിമുടക്ക് സംസ്കാരം ആരാണ് ശരിക്കും ഇതിന് ഉത്തരവാദി? സർക്കാർ സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഒരു KSRTC ബസ് ഓടിയില്ല, ഒരു കടകളും തുറന്ന് പ്രവർത്തിച്ചില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും തുറന്ന് പ്രവർത്തിച്ചില്ല. അപ്പോൾ സർക്കാരാണോ, അതല്ലെങ്കിൽ ഈ പണിമുടക്കിന്റെ പേരിൽ, തൊഴിലാളി സ്നേഹത്തിന്റെ പേരിൽ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്ന ഈ ട്രേഡ് യൂണിയനുകളാണോ ഇതിന് ഉത്തരവാദി? അല്ലെങ്കിൽ സ്വയം ഈ പണിമുടക്കുവാൻ വേണ്ടി കരുതിയിരിക്കുന്ന ജനങ്ങളാണോ? ആരെയാണ് ഇതിന് കുറ്റം പറയേണ്ടത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ നിയമപരമായി, ഭരണഘടനാപരമായി ചുമതലയുള്ള ഒരു സർക്കാർ തന്നെ ഒരു സമരത്തെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, ആ സമരത്തെ സഹായിക്കാൻ മുന്നോട്ട് വരുമ്പോൾ പിന്നെ ജനങ്ങൾ പിന്നെ ആരെയാണ് സമീപിക്കേണ്ടതെന്നുള്ളതാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട യൂണിയനുകളുടെ ആവശ്യങ്ങളോടൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അവർ അതിന് സ്വീകരിച്ചിരിക്കുന്ന ആ സമരമുറിയോടാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. നമുക്ക് ഈ ഇത്രയും നാൾ 2 ദിവസം 2013 ഇങ്ങനെ സമരം നടത്തിയതാണ്. അസാമിലെ ഉൾഫ തീവ്രവാദികൾ 1, 2 ആഴ്ചകളൊക്കെ സമരം നടത്തിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ജനങ്ങളെ ബന്ദികളാക്കി തീവ്രവാദ സംഘടനകളുടെ സ്വഭാവത്തോടെ അവരുടെ വസ്തുവകകൾ നശിപ്പിക്കുകയും, ഇന്നലെ ഇളമരം കരീം നമുക്ക് ഉറപ്പ് നൽകിയ എന്താണ്? ട്രെയിനുകൾ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തില്ല, യാത്രക്കാരെ തടസ്സപ്പെടുത്തില്ല. പക്ഷെ സംഭവിച്ചത് എന്താണ്? ആ വാക്കുകളെല്ലാം ജലരേഖകളായി മാറി. ആ ഉറപ്പുകൾക്ക് യാതൊരു വിലയും ഇപ്പോൾ ഇല്ലാതായി. ട്രെയിനുകൾ വ്യാപകമായി തടസ്സപ്പെട്ടു. യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. നിരവധി കടകൾ തകർക്കപ്പെട്ടു. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറി. എങ്ങനെയാണ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാകുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ അണികളെ നിലക്ക് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയല്ലേ ഇത്? അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം ലംഘിച്ചുകൊണ്ട് എങ്ങനെയാണ് തൊഴിലാളികളുടെ അവകാശം നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്നത്? ഇത്തരത്തിലുള്ള കാലഹരണപ്പെട്ട സമരമുറകൾ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. എത്രയോ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ നിരവധി സമരമുറകളുണ്ട്. ഇത്തരത്തിൽ ഉൾഫ തീവ്രവാദികളെ പോലെ, ഈ തീവ്രവാദം തലക്ക് പിടിച്ച ആളുകളെ പോലെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ, നിയമവിരുദ്ധമായ, അല്ലെ നിയമവിരുദ്ധമെന്ന് ഞാൻ പറഞ്ഞതല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ഏത് പേര് വിളിച്ചാലും, പൊതുപണിമുടക്കെന്നോ ഹർത്താലെന്നോ സ്ട്രൈക്കെന്നോ ബന്ദെന്നോ നിങ്ങൾ എന്ത് പേര് വിളിച്ചോളൂ, പക്ഷേ സാധാരണ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ലംഘിച്ചാൽ, മൗലികാവകാശങ്ങളെ ലംഘിച്ച് നടത്തുന്ന ഇത്തരത്തിലുള്ള സമരങ്ങൾ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞത് കോടതികളാണ്. ആ കോടതികളുടെ വിധികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നും നാളെയും നടക്കുന്ന പണിമുടക്കിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ റോൾ എന്താണ്? സർക്കാർ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും, അവരുടെ നടക്കാനുള്ള അവകാശം, അവരുടെ ജീവിക്കാനുള്ള അവകാശം, അവരുടെ തൊഴിൽ ചെയ്യാനുള്ള അവകാശം, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം, ഇവ സംരക്ഷിക്കാൻ നിയമപരമായി ചുമതലപ്പെട്ടവരാണ് സർക്കാർ. ആ സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. പിന്നെ അവരെന്തിനാണ് പ്രവർത്തിക്കുന്നത്?
അപ്പോൾ ആ ഒരു മൗലികമായ കടമ, ഭരണഘടനാപരമായ കടമ നിർവഹിക്കാതെ ഈ ആളുകളുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് 2 ദിവസം, ഇപ്പോൾ ഇവർ പറയുന്ന തൊഴിലാളികളുണ്ട്, അസംഘടിത മേഖലയിൽ നിരവധി തൊഴിലാളികളുണ്ട്. അവർക്ക് എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്? അവരുടെ വേതനം നഷ്ടപ്പെടുകയാണ്. അവരെ സംരക്ഷിക്കാൻ ഈ തൊഴിലാളികൾക്ക് എന്ത് മാർഗമാണുള്ളത്? ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട്, നിയമവിരുദ്ധമായി ഇത്തരത്തിലുള്ള ബന്ദികളാക്കിക്കൊണ്ട് എങ്ങനെയാണ് 2 ദിവസം സമരം നടത്താൻ ഇത്തരത്തിലുള്ള നേതാക്കൾക്ക് കഴിയുക? നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ തന്നെ ലംഘിക്കപ്പെട്ടില്ലേ? ഈ ട്രെയിനുകൾ തടസ്സപ്പെട്ടിട്ടില്ലേ? എത്രയോ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്രയോ ക്യാൻസർ രോഗികളാണ് അവിടെ കാത്തിരുന്ന് ആശുപത്രിയിൽ പോകാൻ കഴിയാതെ വാർത്തകൾ കണ്ടില്ലേ? താങ്കൾ പറയുന്നത് വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. അതിനൊരു മറുപടി ആവശ്യമുണ്ട്. ശ്രീ കെ ചന്ദ്രൻപിള്ള, അത്തരത്തിൽ ഈ തൊഴിലാളികളുടെ തൊഴിൽ തടയുന്നതിലൂടെ അല്ലെങ്കിൽ തൊഴിലാളികൾ തൊഴിലെടുക്കാതിരിക്കുന്നതിലൂടെ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്ന തൊഴിലാളിക്കാണ്. ഒരു ദിവസം അവൻ ജോലിക്ക് പോയില്ലെങ്കിൽ അവന് അതിൻ്റെ വേതനം ലഭിക്കുന്നില്ല, അവൻ പട്ടിണിയാകുന്നു, അവൻ്റെ കുടുംബം പട്ടിണിയാകുന്നു. അങ്ങനെ തൊഴിലാളികളെ പണിമുടക്കിന് നിർബന്ധിക്കാതിരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ അവർ തൊഴിലെടുത്തുകൊള്ളട്ടെ, പ്രതിഷേധ മാർഗങ്ങൾ മറ്റും സ്വീകരിക്കുന്നതല്ലേ നല്ലത്? തൊഴിലാളികളെ പട്ടിണിക്കിട്ടുകൊണ്ട് വേണോ ഇത്തരത്തിലെ സമരങ്ങൾ? ഇവിടെ ഇതിൻ്റെ വിഷയം അവതരിപ്പിച്ച് നിയന്ത്രിക്കുന്ന അവതാരകൻ കുറച്ചുകൂടി കരുതൽ കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിൻ്റെ മറവിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റുന്നൊക്കെ പറയാനുള്ള ആധികാരികത നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ പണിമുടക്കത്തിനകത്ത് എന്താ രാഷ്ട്രീയം? ഗവൺമെൻറ് സാമ്പത്തികത ചോദ്യം ചെയ്യാൻ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് അവകാശമില്ലേ? നമ്മൾ കുറച്ചുകൂടി ഒരു പരസ്പര ബഹുമാനം കാണിക്കേണ്ടതുണ്ട്. പണിമുടക്കി 20 കോടി തൊഴിലാളികൾ കുറ്റവാളികളാണെന്ന് ഈ ചാനലിൽ സൗകര്യമായിട്ടിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതിൽ അത് ശരിയാണ്. ഇല്ല, അടുത്ത കാലത്ത് ഞാൻ പൂർത്തിയാക്കാം. അതായത് ഈ അടുത്ത കാലത്ത് മുമ്പില്ലാത്ത വിധത്തിൽ രാജ്യത്തെ കൃഷിക്കാർ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോയി. അതിൻ്റെ സ്വാധീനം തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വന്നു. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. ഈ ഗവൺമെൻറ് സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന അതിൻ്റെ ചീഫായിരുന്ന അരവിന്ദ് സുബ്രഹ്മണ്യം 6 മാസം മുമ്പ് രാജിവെച്ച് പോയി ഗവൺമെൻറ് നയങ്ങൾക്കെതിരായിട്ടാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. ഗവൺമെൻറ് നയങ്ങളെ ഇപ്പോൾ BMSൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു ഒരു കാര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന്. ഉണ്ടല്ലോ, മിനിമം കൂലി തൊഴിലാളിക്ക് 18,000 രൂപ കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഒരുപാട് ഡിമാൻഡുകളുണ്ട്. 2 ദിവസമായി പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത റഫേലിനെ സംബന്ധിച്ചാണ്. HAL പോലെയുള്ളൊരു കമ്പനി, നക്ഷത്രം പോലുള്ള ഇന്ത്യൻ വ്യവസായ ശൃംഖലയിലെ ഒരു കമ്പനിയെ തകർത്ത് കളഞ്ഞില്ലേ? ഈ തരം പ്രശ്നങ്ങളിൽ തൊഴിലാളിക്ക് പണിമുടക്കാൻ അവകാശമുണ്ടെന്ന് സമ്മതിക്കാത്തതാണ് ഈ ചർച്ചയുടെ ഒരു പ്രിമൈസ് എങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒരു തൊഴിലാളിക്ക് പണിമുടക്കാനുള്ള അവകാശം നിയമപരമാണ്. അതൊരാളും ചോദ്യം ചെയ്യാൻ, അങ്ങനെ ചോദ്യം ചെയ്താൽ പണി എടുത്തോളണം. അപ്പോൾ പിന്നെ അടിമ സമാനമായൊരു കാലമാണ്. ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നത്, വിടു പറഞ്ഞ പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും സംരക്ഷിക്കണം. ഒരു കാര്യം കാണേണ്ടത്, ഈ പണിമുടക്കത്തിനകത്ത് മുൻപേത് കാലത്തെക്കാളും വളരെ കടകളുടെ കാര്യത്തിൽ നസറുദ്ദീൻ ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ നിങ്ങൾ തള്ളുകയാണ്. കടകൾ തുറന്ന കേരളത്തിൻ്റെ ഇന്നത്തെ അനുഭവത്തെ മാനിക്കാൻ തയ്യാറാകാത്തൊരു മാധ്യമധർമ്മം എന്താണ്? 1-2 സ്ഥലങ്ങളിലുണ്ടായ സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞതിൽ എന്ത് മൂല്യമുണ്ട്? നിങ്ങൾ കുറച്ചുകൂടി ഒരു കരുതൽ കാണിക്കേണ്ടതാണ്. പിന്നെ ഈ പണിമുടക്കം ഏത് സന്ദർഭത്തിലാണ്? രാജ്യത്തെ ഗവൺമെൻറ് നയങ്ങൾ പൊതുവിൽ ചോദ്യം ചെയ്തതിന് ശേഷം 13 സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ലോകത്ത്, രഘുറാം രാജനടക്കം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഇറക്കിയൊരു റിപ്പോർട്ടുണ്ട് ഇപ്പോൾ, എ സ്ട്രാറ്റജി ഫോർ ഇന്ത്യൻ ഇക്കോണമി. അതിൽ പറയുന്നു തൊഴിലുകൾ കൂട്ടത്തോടെ പോയ ഇന്ത്യയാണിപ്പോൾ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഇല്ല. ബാങ്കുകളുടെ അവസ്ഥ വളരെ മോശപ്പെട്ടതായി. നമ്മുടെ വിദേശ വ്യാപാരത്തിൻ്റെ മേഖല വളരെ ദുർബലമായി. ഈ പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്നത് ഈ നയം തുടരാനുള്ള അനുവാദമായിട്ട് കൊടുക്കാൻ കഴിയില്ല. ഞങ്ങൾ സമ്പത്തുണ്ടാക്കുന്നവരാണ് തൊഴിലാളികൾ. സമ്പത്തുണ്ടാക്കിയത് കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക നടപ്പാക്കുന്ന ആളുകൾ തെറ്റ് ചെയ്താൽ ചോദിക്കാനുള്ള തൊഴിലാളികളുടെ അവകാശത്തെ മാനിച്ചുകൊണ്ടല്ലാത്ത ഒരു ചർച്ചയും ശരിയല്ല. അത് തെറ്റാണ്. പൗരാവകാശങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അംഗീകരിക്കുന്നു. കൂടുതൽ കരുതൽ ഞങ്ങൾക്കുണ്ടാകും. ഒരാൾ പണിമുടക്കിനെ മാനിക്കുന്നതും മറ്റുള്ള ജനാധിപത്യ അവകാശങ്ങളെ മാനിക്കുന്നതും പരസ്പരം പോകണം. അതായിരിക്കണം. അപവാദങ്ങളെ പ്രത്യേകം കാണണം, പൊതുവായ കാര്യങ്ങളെ പൊതുവായിട്ട് കാണണം. പണിമുടക്കിനെ മാനിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും ബഹുമാനത്തോട് പറയട്ടെ, പണിമുടക്കിനെ ഞാനും ഒരു തൊഴിലാളിയാണ്, പണിമുടക്കിനെ മാനിക്കുന്നു. പക്ഷേ ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ഈ കേരളത്തിൻ്റെ സാഹചര്യം എന്താണ്? ഈ സാഹചര്യത്തിൽ ഒരു ദിവസത്തെ വേതനം ഒരു തൊഴിലാളിക്ക് കിട്ടാതെ പോയാൽ അവൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ പറയാം. ഈ പണിമുടക്കങ്ങൾ നടത്തിയ ട്രേഡ് യൂണിയനുകൾ, ആ ട്രേഡ് യൂണിയനുകളുടെ നിയമാവലി പ്രകാരമുള്ള ജനറൽ ബോഡി യോഗം ചേർന്ന് അവരുടെ എല്ലാം സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിമുടക്ക് നോട്ടീസ് കൊടുത്തവരാണ്. അവരൊന്നും മോശക്കാരല്ല. നല്ല പൗരബോധവും നല്ല ആത്മാഭിമാനമുള്ള തൊഴിലാളികളാണ്. അവർ സംഘടനാപരമായി തീരുമാനിക്കുന്നു. ഞങ്ങളുടെ ആഹ്വാനം കൊണ്ട് ദേശീയ തലത്തിൽ
നമ്മൾ അങ്ങോട്ട് വശം കാണണം. ഈ പണിമുടക്കത്തിൻ്റെ മറ്റൊരു കാര്യം ഞാൻ പറയാം. രാജ്യത്താകെയുള്ള ഇന്നത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ എല്ലാ തൊഴിലാളികളും ഒരു വർഗമെന്ന നിലയ്ക്ക് ജാതിയോ മതമോ മറ്റ് വ്യത്യാസങ്ങളോ ഇല്ലാത്ത ഒരു സാമ്പത്തിക ആവശ്യത്തിന്മേൽ പണിമുടക്കെ വന്നത് വളരെ വളരെ സൃഷ്ടിപരമായ ഒരു കാര്യമാണ്. ഇന്ത്യ എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഈ പണിമുടക്കം കാണിച്ചിട്ടുള്ള വിജയം വലുതാണ്. നഷ്ടത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, 364 ദിവസവും പണിയെടുക്കുന്ന ആളുകൾ സമ്പത്ത് ഉണ്ടാക്കുകയാണ്. ഒരു ദിവസം മാറി നിൽക്കുമ്പോൾ നഷ്ടം മാത്രം നിങ്ങൾ പറയരുത്. നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾ വലിയ കടബാധ്യതകളിലാണ്. ഓരോരുത്തരും ജീവിതം നിങ്ങൾ നോക്കിക്കോളൂ. അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു നയം ഇത് ഈ ഗവൺമെൻറ്റിനുള്ള താക്കീത് മാത്രമല്ല, ഞാൻ പറയുന്നു വരാനിരിക്കുന്ന ഗവൺമെൻറ് ഏതാണെങ്കിലും അതിനുള്ള മുന്നറിയിപ്പും കൂടിയാണിത്. ഈ നയങ്ങളുമായി പോകാനാവില്ലെന്നുള്ള താക്കീതാണ്. ഈ സമരത്തിൽ രാഷ്ട്രീയമുണ്ടെന്ന് കണക്കാക്കേണ്ട, രാഷ്ട്രീയ അതീതമാണ്. പിന്നെ BMS അവരെടുത്ത നിലപാട് തെറ്റാണല്ലോ. അവർ ഈ മുദ്രാവാക്യങ്ങളോട് യോജിക്കുന്നുണ്ട്. ഞങ്ങൾ 12 ഡിമാൻഡുകൾ ഉണ്ടാക്കുമ്പോൾ ഡിമാൻഡുകളുടെ രൂപീകരണത്തിൽ BMS ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർ മാറിയത്. എന്നിട്ടിപ്പോൾ അവർ ഈ ഗവൺമെൻറ് നയങ്ങൾക്കെതിരായ സമരത്തിൽ തന്നെയാണ്. സമര രൂപങ്ങളെ മാറിയിട്ടുള്ളൂ. ഡിമാൻഡുകൾ അവർ 22 ഉയർത്തി. അതുകൊണ്ട് BMS മാറിയത് തെറ്റായൊരു കാര്യമായിട്ട് സ്വയം മനസ്സിലാക്കുകയല്ലാതെ ഈ പണിമുടക്കത്തെ തള്ളിപ്പറയുന്നത് ഈ വർഗത്തെ ആകെ രാജ്യത്ത് അവർ നടത്തുന്ന വലിയ പണിമുടക്കത്തെ അങ്ങനെ തള്ളിപ്പറയുന്ന ശൈലി തെറ്റാണെന്ന് അവർ തിരിച്ചറിയേണ്ടതാണ്. ഓക്കെ, പക്ഷേ ഒരു കാര്യം കൂടി, ഈ പണിമുടക്കിൻ്റെ കാര്യം താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ഓക്കെ, പണിമുടക്ക് ആവശ്യമാണതൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നു. അപ്പോൾ തന്നെ ചോദിക്കട്ടെ, നമ്മുടെ തൊഴിൽ സംസ്കാരം അതിനി ഈ നവലിബറൽ നയങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ഏതാണ്ട് 18ാമത്തെയോ 19ാമത്തെയോ ദേശീയ പണിമുടക്കാണ്, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല എങ്കിൽ കൂടിയും ഈ തൊഴിൽ സംസ്കാരം മാറേണ്ടതില്ലേ? നമുക്ക് തൊഴിൽ സംസ്കാരം മാറണം. നിലവിലുള്ള തെറ്റായ ശീലങ്ങളുള്ളതെല്ലാം ഒഴിവാക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പണിമുടക്കും തൊഴിൽ സംസ്കാരവും തമ്മിൽ നിങ്ങൾ ബന്ധപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തെറ്റുപറ്റും. പണിമുടക്കുക എന്നുള്ള അവകാശത്തെ തൊഴിൽ സംസ്കാരവുമായി ബന്ധപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ 19 പണിമുടക്കായി എന്നുള്ളത് ശരിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഞങ്ങളുടെ ഈ പ്രചാരവേലകളും പ്രവർത്തനങ്ങളും രാജ്യത്തൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ കർഷകരുടെ കടം എഴുതിത്തള്ളുന്ന മത്സരത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വന്നത് എങ്ങനെയാണ്? അവരുടെ പ്രക്ഷോഭം കൊണ്ടാണ്. മിനിമം വേതനം 10,000 എത്തിച്ചത് എങ്ങനെയാണ്? പ്രക്ഷോഭം കൊണ്ടാണ്. രാജ്യത്ത് വിലകൾ ഉയർന്ന കാലത്ത് അത് ഉയരണമെന്ന് ഞങ്ങൾ പറയുന്നത് വളരെ ശരിയായൊരു നടപടിയല്ലേ? അങ്ങനെ വരുമ്പോൾ പണിമുടക്കുകൾ കൊണ്ട് നഷ്ടം വരുമെന്ന് തൊഴിലാളിക്ക് അറിയാം. ഇത്രയും കാലം പണിയെടുത്തിട്ടും കടബാധ്യതയുള്ള തൊഴിലാളി ആ കടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ, വിലകൾ കുറയാനും ന്യായമായ അന്തസ്സായ അന്തരീക്ഷത്തിനും വേണ്ടി പണിമുടക്കുമ്പോൾ അവരെ നഷ്ടം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളെ യോജിക്കുന്നു. സമൂഹത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയേണ്ട ഒരു കാര്യം, ഏകപക്ഷീയമായി പണിമുടക്കിയ തൊഴിലാളികളെ ആക്രമിക്കുമ്പോൾ തൊഴിലാളികൾ പണിമുടക്കിലേക്ക് പോകാൻ ഇടയായ നയങ്ങൾ ഉന്നയിക്കുന്ന ഗവൺമെൻറ് നയങ്ങളോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അഭിപ്രായമില്ല? തോമസ് പിക്കറ്റി എന്താ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്? അസമത്വം ഇതുപോലൊരു നാടുണ്ടോ? ഇതുപോലെ മുതലാളിമാർക്ക് വേണ്ടി വിടുവേല ചെയ്തൊരു ഗവൺമെൻറ് ഉണ്ടോ? ഇവിടെ കുറേ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി രാജ്യമൊക്കെ തുറന്നു കൊടുത്തില്ലേ? സ്കിൽ ഇന്ത്യ പറഞ്ഞു, മെയ്ഡ് ഇൻ ഇന്ത്യ പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞു. എവിടെ എത്തി നമ്മൾ? എന്താ നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്താണ്? ഗവൺമെൻറ് ഒരു അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം വന്നില്ലേ? അതിനോടാണ് ഈ പ്രതികരണം. ഞങ്ങൾ വളരെ ശരിയാണ്, ഈ പണിമുടക്കാൻ ദേശാഭിമാനപരമാണ്. ശരി, താങ്കൾ ആരും മറുപടി പറയണം. തീർച്ചയായും പൊതുപ്രവർത്തകൻ കൂടി അഡ്വക്കേറ്റ് DB ബിനുവിനാണ്. അഡ്വക്കേറ്റ് DB ബിനു, ഈ ചന്ദ്രൻപിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അവകാശമാണ്, പണിമുടക്കിനെ തള്ളിക്കളയാൻ കഴിയുന്നില്ല. അത്തരത്തിൽ പൗരാവകാശം എന്ന പേരിൽ പണിമുടക്ക് നടത്തി ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതിനെ ന്യായീകരിക്കാൻ ഈ ട്രേഡ് യൂണിയനുകൾക്ക് കഴിയുമോ? ഞാൻ അദ്ദേഹം തൊഴിലാളികളുടെ പേരിൽ ഉന്നയിച്ച ആ ആവശ്യങ്ങളോട് ഞാൻ വിയോജിക്കുന്നില്ല. അദ്ദേഹം ഈ തൊഴിലാളികൾക്ക് സമരം ചെയ്യാനുള്ള അവല അവകാശവും നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ ചെയ്യുന്നതിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞത് അത് മറ്റൊരാളുടെ അവകാശത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഒക്കെ ഹനിക്കപ്പെടുന്നൊരു സാഹചര്യത്തിൽ മാത്രമാണ് നമ്മളതിൽ ഇടപെടേണ്ടി വരുന്നത്. അവിടെയാണ് നിയമം ഇടപെടുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ അവകാശങ്ങളോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും കൂടെ നിൽക്കേണ്ടതാണെന്ന അഭിപ്രായം തന്നെയാണുള്ളത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും അങ്ങനെയല്ല. നമ്മളിപ്പോൾ നിയമപരമായ എല്ലാം നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. നിരവധി നിയമങ്ങൾ, സംവിധാനങ്ങൾ നമുക്കുണ്ട്. 1921 മുതൽ സ്വാതന്ത്ര്യ ലബ്ധി വരെ നമ്മുടെ രാജ്യത്ത് 26 വർഷത്തിനുള്ളിൽ ആകെ 13 ഹർത്താലുകളാണ് നടന്നിട്ടുള്ളതെന്ന് ഓർക്കണം. പക്ഷേ ഈ 2014 മാത്രം 314 ഹർത്താലുകളാണ് വിവിധ തരത്തിൽ ചെറുതും വലുതുമായി നമ്മുടെ സംസ്ഥാനം നടന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സാമ്പത്തികമായ ഒരു ആഘാതം താങ്ങാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുമോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടേ? നമ്മുടെ തൊഴിലാളികൾക്ക് വേണ്ടേ? ഇവിടെ നഷ്ടപ്പെടും. ഇവിടെ നമുക്ക് ഈ വിഷ്വൽസ് തന്നെ നിങ്ങൾ കാണിച്ചതാണ്. ഈ ദേശീയ പണിമുടക്ക് എവിടെയൊക്കെ ബാധിച്ചു എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതാണ്. കേരളത്തിലെ തൊഴിലാളികൾക്ക് മാത്രം പ്രബുദ്ധരായിട്ടുള്ളൂ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. ഡൽഹിയിൽ വാഹനങ്ങൾ റോഡിലൂടെ ഓടുന്നു, അവിടെ സാധാരണ രീതിയിലത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ബന്ദികളാക്കിക്കൊണ്ട്
അത് ഈ പറയുന്ന ഈ സമരത്തോട് ഇപ്പോൾ യോജിക്കാത്ത BMS അതിൻ്റെ കൂടെ ഉണ്ടെന്ന കാര്യം നമ്മൾ മറക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആണോ ജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കേണ്ടത്? ഇങ്ങനെയാണോ തൊഴിലാളികളുടെ അവകാശങ്ങൾ പരിരക്ഷിക്കേണ്ടത്? ഇങ്ങനെയാണോ നിങ്ങൾ സമരം ചെയ്യേണ്ടതെന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങളുടെ ആവശ്യകതകളെയും നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതിനെ പരിഹാരം കണ്ടുകൊണ്ടുകൊണ്ടുള്ള നിലപാടുകളായിരിക്കും തൊഴിലാളികൾ സ്വീകരിക്കേണ്ടത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ഇത്തരത്തിൽ തീരുമാനത്തിൽ പങ്കെടുക്കാത്ത നിരവധി തൊഴിലാളികൾ, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവർക്ക് എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? ഈ തിരുവനന്തപുരത്ത് ഈ ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിലും കാത്തു നിൽക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ കഴിയും? അവരുടെ ജീവിതത്തെ 3 മാസം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് മാത്രമാണല്ലോ ഇതിൻ്റെ ന്യായീകരണം. അത് മാത്രമാണോ നിങ്ങൾക്ക് പറയാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ ഇന്നലെയും മെരിഞ്ഞാന്ന് നിങ്ങൾ നടന്ന ഉറപ്പുകൾ എന്തുകൊണ്ട് പാലിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട് ട്രെയിൻ ഗതാഗതം നിങ്ങൾ തടയില്ല എന്നതിൻ്റെ നേതാക്കന്മാർ ഉറപ്പ് നൽകി? അതൊക്കെ പാലിക്കപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇത് ഉറപ്പുവരുത്താനും അണികളെ നിലക്ക് നിർത്താനും കഴിയാത്ത ഒരു അച്ചടക്ക ബോധം ഇത്തരത്തിലുള്ള സമര നേതാക്കൾക്ക് ഇല്ല എന്നതിന് പറയേണ്ടി വരും. അത് സംബന്ധിച്ചുകൊണ്ടുള്ള സമര പരിപാടികളാണ് നിങ്ങൾ ആവിഷ്കരിക്കേണ്ടത്. ശരിയാണ്. അഡ്വക്കേറ്റ് DB ബിനുവിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ BMSന്റെ സംസ്ഥാന സെക്രട്ടറി R രഘുരാജ് ഉണ്ട്. R രഘുരാജ്, ഇപ്പോൾ CITUവിൻ്റെ നേതാവ് ചന്ദ്രൻപിള്ള ആരോപിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ നോക്കിയാൽ തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന സംഘടനയല്ല BMS എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നില്ല. 12 ആവശ്യങ്ങൾ വ്യക്തമാണ്. അത് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പണിമുടക്കിയത്. അങ്ങനെയെങ്കിൽ BMS തൊഴിലാളികൾക്കൊപ്പമല്ല എന്ന് പറയേണ്ടി വരില്ലേ? അതല്ല, നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരുപക്ഷെ BR അംബേദ്കർ നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി ആയതിനു ശേഷം രാജ്യത്ത് ഇത്രയധികം തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. പണിയെടുക്കുന്ന സ്ത്രീ ജീവനക്കാർക്ക് 26 ആഴ്ച പ്രസവ അവധി അനുവദിച്ചത് ഈ ഗവൺമെൻറ്റാണ്. ബോണസ് ആക്റ്റിൽ മാറ്റം വരുത്തിയത്, ബോണസ് കാൽക്കുലേഷൻ പരിധിയിൽ മാറ്റം വരുത്തിയത് ഈ ഗവൺമെൻറ്റാണ്. 40 ലക്ഷത്തോളം വരുന്ന അംഗനവാടിക്കാർക്കും ആശാ വർക്കർമാരുടെയും ശമ്പളം കൂട്ടിയത് ഈ ഗവൺമെൻറ്റാണ്. 7 തേയിലത്തോട്ടങ്ങൾ ഏറ്റെടുത്ത് ശമ്പളം കൊടുക്കുന്ന ഈ ഗവൺമെൻറ്റാണ് പശ്ചിമ ബംഗാളിൽ. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് അവരുടെ ആവശ്യങ്ങളല്ല, തൊഴിലാളികൾക്ക് ആവശ്യമുള്ളതല്ല എന്നാണോ BMS പറയുന്നത്? അനുകൂലമായ മാറ്റം വരുന്നു. ഏതാ ഇപ്പോൾ ഈ യൂണിയനുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതല്ലേ? അവരേത് ആവശ്യമാണ് പറയുന്നത്? അവർ പറയുന്നത് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ 45 ദിവസം വേണമെന്നാണ്. അത് കുഴപ്പമില്ല. അത് 12 ആവശ്യങ്ങൾ ഒരെണ്ണം മാത്രമാണ്. ബോണസിന്റെ കാര്യമടക്കം തൊഴിലാളികളുടെ മിനിമം വേതനം 18,000 രൂപയാക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ 12 ആവശ്യങ്ങൾ. കേരളത്തിലെ സ്ഥിതി നമുക്കറിയാം. 18,000 രൂപ അടിസ്ഥാന ശമ്പളം ഇവർ ചോദിക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ 2015 ശേഷം തേയിലത്തോട്ടത്തിലെ തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധന ഉണ്ടായോ? ഈ KSRTCയിലെ ജീവനക്കാരൻ മേടിക്കുന്ന ശമ്പളം എത്രയാ? 4,000 തൊഴിലാളിയാണ് ഇപ്പൊ പിരിച്ചുവിട്ടിരിക്കുന്നത്. തൊഴിലാളി സ്നേഹം പറയുന്നവർ മനസ്സിലാക്കണം, ഈ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലല്ല കേരളത്തിലാണ് 23 പേര് പെൻഷൻ മേടിക്കാതെ ആത്മഹത്യ ചെയ്തു. ചന്ദ്രൻപിള്ള സഖാവ് മറുപടി പറയട്ടെ, 23 CITUക്കാരായിരുന്നു. ശമ്പളം കിട്ടാതുകൊണ്ട് ആത്മഹത്യ ചെയ്ത് കേരളത്തിലാണ്. ഇവരുടെ ഈ ആക്രാമികമായ പണിമുടക്ക് കേരളത്തിലെ വ്യാവസായിക മേഖലയെ തകർത്തിരിക്കുക. കേരളത്തിൽ 1000 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നൊരു ഏത് സ്ഥാപനമാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തുടങ്ങിയത്? മലയാളിയുടെ മക്കള് 45,000 പേര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഒരാൾക്ക് ഒരു ജോലി കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥാപനം കേരളത്തിലുണ്ടോ? അത്തരത്തിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങൾ അത് പാഴായി എന്നതുൾപ്പെടെ ഉന്നയിച്ചാണ് ഈ ഒരു സമരം നടത്തുന്നത്. താങ്കളിലേക്ക് ആ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട്. താങ്കളിലേക്ക് തിരികെ എത്താം. എന്തായാലും ഇപ്പോൾ INTUCയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി VR പ്രതാപൻ. ശ്രീ VR പ്രതാപൻ, ഒറ്റ ചോദ്യം, ഇന്നത്തെ പണിമുടക്ക് വിജയമാണോ പരാജയമാണോ? ഇന്നത്തെ പണിമുടക്ക് അക്ഷരാർത്ഥത്തിൽ വിജയമാണ്. അത്തരത്തിൽ വിജയമായ പണിമുടക്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലായില്ലേ? അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടിട്ടില്ലേ? ഞാനത് പറഞ്ഞോട്ടെ. ഈ പണിമുടക്ക് തൊഴിലാളികൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തൊരു പണിമുടക്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഈ പണിമുടക്കുമായി സഹകരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ തോട്ടം മേഖല, മത്സ്യത്തൊഴിലാളി മേഖല, തീരദേശ മേഖല, നിർമ്മാണ മേഖല തുടങ്ങിയ അസംഘടിത മേഖലയിലെ കർഷകരും തൊഴിലാളികളും അടക്കമുള്ള ആളുകൾ കഴിഞ്ഞകാല പണിമുടക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പണിമുടക്കിൽ പങ്കെടുത്തു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കുള്ള മെക്കാനിസം ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാവുന്ന മാധ്യമങ്ങൾക്ക് കഴിഞ്ഞകാല പണിമുടക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പണിമുടക്കുകളിൽ പങ്കെടുത്തത്
സംഘടിത മേഖലയിലെ തൊഴിലാളികളെക്കാൾ കൂടുതൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ കൂടുതൽ ഈ പണിമുടക്കിൽ കടന്നു വന്നതോടുകൂടി തന്നെ ഈ പണിമുടക്ക് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തി. ഞാൻ പറഞ്ഞല്ലോ, നാളെ ഒരു ദിവസം കൂടി ഈ പണിമുടക്കുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ പണിമുടക്ക് ഒരു പുതിയ സംസ്കാരത്തിന് വഴിതെളിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് നടയിൽ 10,000-കണക്കിന് ആളുകൾ പണിമുടക്ക് നടത്തി അവിടെ യോഗം ചേരുമ്പോൾ അതുവഴി 100 വാഹനങ്ങളാണ് കടന്നുപോയത്. ഒരു വാഹനവും തടഞ്ഞില്ല. ഒരു കടകളും തുറക്കുന്നതിനെ ഞങ്ങൾ എതിർത്തില്ല. എല്ലാ സ്ഥലങ്ങളിൽ തുറക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് തുറക്കാം. പക്ഷേ അവിടുത്തെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കാളികളായി. തൊഴിലാളി പണിയെടുക്കാൻ ചെല്ലാതിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ സ്ഥാപനം തുറക്കും? തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്തതായി പറയാൻ പറ്റുമോ? അപ്പൊ ഹർത്താലിന്റെ കാര്യത്തെ പോലെ അല്ല പണിമുടക്കിന്റെ കാര്യം. ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചു, ഇത് പണിമുടക്കാണ്. തൊഴിലെടുക്കുന്ന ആളുകൾ അവരുടെ തൊഴിൽ നിർത്തിവെച്ച് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു പരിപാടിയാണിത്. അതുകൊണ്ടാണ് വളരെ നേരത്തെ ഇത് പറഞ്ഞത്. നേരത്തെ റെയിൽവേയുടെ കാര്യം പറഞ്ഞു. റെയിൽവേ ജീവനക്കാർ ഈ പണിമുടക്കിൽ പങ്കെടുക്കാൻ സന്നദ്ധരായിരുന്നു. അവർ ഈ പണിമുടക്ക് തള്ളിക്കളഞ്ഞവരല്ല. റെയിൽവേ യൂണിയനുകൾ വച്ച ഒരേ ഒരു ഡിമാൻഡ്, പണിമുടക്കിൽ അവർക്ക് പങ്കാളികളാകണമെങ്കിൽ 3 ദിവസത്തെ പണിമുടക്ക് വേണം. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. റെയിൽവേ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു ട്രെയിൻ 2 ദിവസം പണിമുടക്കി 3-ാമത്തെ ദിവസം പണിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് റെയിൽവേ തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ആവശ്യമായിരുന്നു, ഞങ്ങൾക്ക് പണിമുടക്കാം, പക്ഷേ ഞങ്ങൾക്ക് 3 ദിവസത്തെ പണിമുടക്കിലെ പങ്കാളികളാകാൻ പറ്റൂ. പക്ഷേ ഈ പണിമുടക്കിൽ റെയിൽവേ തൊഴിലാളികൾ ബഹുഭൂരിപക്ഷം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്നലെ റെയിൽവേ ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തു. എന്താ അത്? ലീവ് എടുക്കാൻ പാടില്ല. വളരെ തൊഴിലാളി വിരുദ്ധമായ, ഈ പറഞ്ഞ അടിച്ചേൽപ്പിക്കലും ചങ്ങലക്കിടുകയും ചെയ്യുന്ന ഒരു സർക്കുലർ ഇന്നലെയാണ് കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തത്. അതുകൊണ്ടാണോ സംസ്ഥാനത്ത് ചില പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിൻ തടയുന്ന സാഹചര്യം ഉണ്ടായത്? എല്ലാ പണിമുടക്കുകളോടനുബന്ധിച്ചും റെയിൽവേ സ്റ്റേഷനുകളിലെ ട്രെയിൻ തടയുന്നത് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു. ശ്രീ ചന്ദ്രൻപിള്ള നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 32 കേന്ദ്രങ്ങളിൽ ട്രെയിൻ തടയാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് യാത്രക്കാരായി തിരുവനന്തപുരത്ത് വന്നത് നാമമാത്രമായ ആളുകളാണ്. വളരെ തുച്ഛമായ ആളുകളാണ് ഇന്ന് യാത്രയിൽ പങ്കെടുക്കാൻ വന്നത്. അവര് ഞങ്ങളുടെ ഇത് മനസ്സിലാക്കി അവർ യാത്രയിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായി. വെറുതെ പറയുന്നതല്ല. പക്ഷെ ഇത്തരത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തൊഴിലാളി യൂണിയനുകൾ തയ്യാറായിട്ടുണ്ട്. അത് പരിശോധിക്കാൻ തൊഴിലാളി യൂണിയനുകൾ തയ്യാറായിട്ടുണ്ട്. മാറ്റങ്ങൾ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവന, ഇന്നലെ വരെ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? തൊഴിലാളി യൂണിയനുകൾ ഒരു മാറ്റത്തിലേക്ക് വരുന്നു, ഞങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. ഈ പറയുന്ന കച്ചവടക്കാരും ഈ പറയുന്ന ചെറുകിട കച്ചവടക്കാരും ഒക്കെ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ? മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, 2.5 ലക്ഷം ചെറുകിട കച്ചവട സ്ഥാപനങ്ങളാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അടച്ചുപൂട്ടിയത്. 2.5 ലക്ഷം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ. 1,10,00,000 ആളുകളുടെ തൊഴിൽ നഷ്ടമായി എന്ന് പറഞ്ഞത് ILO ആണ് പറഞ്ഞത്. ഇടതുപക്ഷ കക്ഷികളോ കോൺഗ്രസോ അല്ല പറഞ്ഞത്. കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അപ്പൊ അതിനെതിരായി പ്രതിഷേധിക്കണ്ടേ? ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരത്തെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ആരംഭിച്ചത് മുതൽ ഈ വർഷം വരെ കേന്ദ്ര ഗവൺമെന്റിന് ലാഭവീതം കൊടുത്തുകൊണ്ടിരുന്ന തിരുവനന്തപുരത്തെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. ഇന്നലത്തെ പത്രത്തിലെ വാർത്ത, തിരുവനന്തപുരത്തെ ആകാശവാണി നിയമവും കൊടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലും ഉണ്ടായിരുന്ന അവിടുത്തെ പരിശീലന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. അതിന് ഡൽഹിയിലോ ഭോപ്പാലിലോ നടത്തേണ്ട സ്ഥിതിവിശേഷത്തിലെ കാര്യങ്ങൾ പോയി. സ്വാഭാവികമായ പ്രതിഷേധമുണ്ടാകില്ലേ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. ട്രെയിനിൽ നാമമാത്രമായ യാത്രക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് ഒരുപക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. പക്ഷേ ഒരുപാട് ആളുകൾ യാത്ര ചെയ്തിരുന്നു. ട്രെയിനുകൾ തടഞ്ഞതുകൂടെ സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം താറുമാറായി നടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. താങ്കളിലേക്ക് തിരികെ എത്താം. അപ്പോൾ കെ ചന്ദ്രൻപിള്ള, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ പണിമുടക്കൊക്കെ ആവാം, താങ്കൾ സൂചിപ്പിച്ച പോലെ പണിമുടക്കാവാം, അത് പൗരാവകാശമാണ്, പണിമുടക്കാനുള്ള നിയമപരമാണ്, ഒക്കെ സമ്മതിക്കുന്നു. ഇനിയെങ്കിലും ഈ പണിമുടക്കൽ രീതി മാറേണ്ടതല്ലേ? അതായത് ഈ തൊഴിൽ മുടക്കിക്കൊണ്ട് ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ആ രീതി മാറിക്കൊണ്ട് പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറ്റി ചിന്തിക്കേണ്ട സമയമായിട്ടില്ലേ? അത് ഞാൻ പറയാം, ഈ ചർച്ച കുറച്ച് ആരോഗ്യകരമായ നിലയിലേക്ക് മാറുന്നതിൽ ഞാൻ അത് നല്ല നിലയ്ക്ക് കാണുകയാണ്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ചോദിച്ച ചോദ്യം, ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ
നമ്മളുടെ ബിനു ഉന്നയിച്ച പ്രശ്നങ്ങൾ ഞാൻ തള്ളിക്കളയുന്നില്ല. ആളുകളുടെ മൗലികാവകാശങ്ങളെ മാനിക്കുന്ന ഒരു നില ഞങ്ങൾ തൊഴിലാളികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിൽ ഇന്ന് വന്ന ഗുണപരമായ മാറ്റം നിങ്ങൾ കാണണം. ശ്രീ നസറുദ്ദീൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു സമീപനത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. കടകളെ ബലമായി അടപ്പിക്കില്ലെന്നൊരു മാറ്റം പുതിയതാണ്. അടപ്പിക്കുന്ന ഒരു സംസ്കാരം ബലം പ്രയോഗിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സാഹചര്യം കണക്കിലെടുത്ത് നല്ല ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾ ചെയ്തതാണ്. അത് നിങ്ങൾ കാണണം. പിന്നെ പണി മുടക്കുന്ന ആളുകൾ പണി മുടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഈ തൊഴിലെടുക്കുന്നത്. ഞാനൊരു കണക്ക് പറയാം. ഇന്ന് കേരള സംസ്ഥാനത്ത് 4,05,000 സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. 40,000 കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ പണിമുടക്കി. ബാങ്കുകളിലെ 25,500 പേര് പണിമുടക്കി. BSNL 11,000 പേര് പണിമുടക്കി. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ 36,600 പേര് പണിമുടക്കി. ഇങ്ങനെ ഞാൻ കണക്കെടുത്താൽ, ആശാ വർക്കേഴ്സ് എടുത്താൽ, അല്ലെങ്കിൽ എയർപോർട്ടുകൾ എടുത്താൽ വലിയ തോതിൽ എണ്ണിക്കൊണ്ട് എൻ്റെ ലിസ്റ്റ് മുഴുവനുണ്ട്. ഞാൻ സമയം എടുക്കുന്നില്ല. വളരെ കൃത്യമായ ഒരു 90-95% ഏറെ സ്ഥലങ്ങളിൽ 100% പണിമുടക്ക് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഇനിയും ചെയ്യേണ്ട കാര്യം, ഈ പണിമുടക്കിലൂടെ ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുവരുന്നത് എന്താണ്? ഞങ്ങൾ കൊണ്ടുവരുന്നത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം. അത് പൊതുവിൽ വരുന്നൊരു ആവശ്യമാണ്. അങ്ങ് നേരത്തെ നവലിബറൽ നയങ്ങളുടെ കാര്യം പറഞ്ഞു. നവലിബറൽ നയം കൊളാപ്സ് ചെയ്യുകയാണ്, ലോകത്ത് കൊളാപ്സ് ചെയ്യുകയാണ്. ഞാൻ അതിൻ്റെ കഥകളിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾ പറയുന്നത് കറക്റ്റായിട്ട് കാര്യമാണ്. നമ്മുടെ പൊതുമേഖലയാണ് ഈ വ്യവസായ മേഖല. നമ്മളിരിക്കുന്ന എറണാകുളം ജില്ല, HMT പോലൊരു വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് മോദി ഗവൺമെൻറ് എന്ത് ന്യായം പറയാനുണ്ട്? മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയും. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി മുൻപോട്ടെടുക്കണമെങ്കിൽ മെഷീൻ ടൂൾ ഇൻഡസ്ട്രി നിലനിർത്തണ്ടേ? തകർത്ത് കളഞ്ഞില്ലേ കമ്പനി? FSCT നക്ഷത്രം പോലെ മറ്റൊരു കമ്പനി ആയിരുന്നില്ലേ? 5 കൊല്ലം കിട്ടിയില്ലേ? എന്താണ് അതിന് സംഭവിക്കുന്നത്? പിന്നെ രഘുരാജിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് തൊഴിലാളികളുടെ പേരിൽ ചെയ്യരുത്. തൊഴിലാളികളുടെ ഡിമാൻഡിനെ ഇകഴ്ത്തി പറയരുത്. മാനേജ്മെൻറ്റുകളും ഗവൺമെൻറ്റുകളും കാണിക്കുന്ന തൊഴിലാളിയുടെ നടപടിക്കെതിരായിട്ടുള്ള തൊഴിലാളികളുടെ പ്രക്ഷോഭത്തെ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും മാനിക്കുന്ന ഒരു മനോഭാവവും സംസ്കാരവും ഉണ്ടാകേണ്ടതാണ്. ഇവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങളോട് ഞാൻ വളരെ സൃഷ്ടിപരമായ പ്രതികരണം നടത്തുക. നമുക്കിനിയും ഈ സംവാദം തുടരാം. പണിമുടക്കുന്ന തൊഴിലാളികൾ പണിമുടക്കുമ്പോഴേ ശ്രദ്ധിക്കൂ. പണിമുടക്കെന്ന് വെച്ചാൽ അധ്വാനത്തിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. ഉടമകളുമായുള്ള തർക്കത്തിൽ ഇതുപോലൊരു ആയുധം വേറെ ഇല്ല. വേറെ എന്ത് ചെയ്താലും ഉടമയ്ക്കത് മനസ്സിലാവില്ല, മാനേജ്മെൻറ്റുകൾക്ക് മനസ്സിലാവില്ല, ഗവൺമെൻറ്റിന് മനസ്സിലാവില്ല. ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഈ ശക്തിയായ പണിമുടക്ക് ആയുധമാണ് വലിയ മാറ്റങ്ങൾ ലോകത്തുണ്ടാക്കിയിട്ടുള്ളത്. ഇനിയും അങ്ങനെ സംഭവിക്കൂ. ഇപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് പണിമുടക്കിൻ്റെ ആ ഒരു വലിയ മഹത്വവും അതിൻ്റെ ഒരു ശോഭയും കെടുത്തത്തക്ക വിധത്തിൽ ചർച്ചകൾ പോകരുത്. പ്രമാദങ്ങളുണ്ടായത് ഞങ്ങൾ നോക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഭാവിയിൽ ഈ വരുന്ന ജനങ്ങളെയും തൊഴിലാളികളെയും രണ്ടാക്കരുത്. ഞങ്ങൾ ജനത്തിൻ്റെ ഭാഗമാണ്. 20 കോടി തൊഴിലാളികളെന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു കുടുംബത്തിൽ 4 പേരെ വെച്ച് നോക്കിയാൽ 80 കോടി കഴിയല്ലേ? അപ്പം അതുകൊണ്ട് ജനത്തെയും തൊഴിലാളികളെയും വേർതിരിച്ചുകൊണ്ട് ഈ ചർച്ച നടത്തുന്നത് തെറ്റാണ്. നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ആ വ്യത്യസ്തതകളിൽ യോജിപ്പ് ഇപ്പോൾ ഉണ്ടാക്കാം, ചർച്ച ചെയ്യാം. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തേക്ക് താങ്കൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പണിമുടക്കിയുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനുള്ള സമയം ആയിട്ടില്ലേ? അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാനുള്ള സമയമായിട്ടില്ലേ? ഞാൻ പറയാം, പണിമുടക്ക് അവസാനത്തെ ആയുധമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കൂലി കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത തൊഴിലാളി അളമുട്ടുമ്പോഴാണ് പണിമുടക്കുന്നത്. അല്ല, ഞങ്ങൾക്കതൊരു ആഘോഷമല്ല. പക്ഷേ ഈ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഈ ആയുധം കൂടി നഷ്ടപ്പെടാൻ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് പണിമുടക്കുകളെ എന്തെല്ലാം ഘട്ടം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ട് ഈ ട്രേഡ് യൂണിയനുകളുമായി ഗവൺമെൻറ് ചർച്ച ചെയ്യുന്നില്ല? സമ്പത്തുണ്ടാക്കാൻ തൊഴിലാളികൾ വേണം. തൊഴിലാളികൾ പണിമുടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ ആളുകളുണ്ട്. അവരെല്ലാം കൂട്ടായി ഈ ഗവൺമെൻറ് ജനാധിപത്യം ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഭരണഘടനയെ ആക്രമിക്കുക, കോടതികളെ ആക്രമിക്കുക, ഇപ്പോൾ CBIയുടെ കാര്യത്തിൽ കണ്ട നമ്മൾ നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് RBI അതൊക്കെ ഈ ഗവൺമെൻറ് ശൈലിയാണ്. അതാണ് മാറേണ്ടത്. നമ്മുടെ ഈ സമ്പ്രദായം മാറ്റുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കാൻ കഴിയുന്ന തൊഴിലാളികൾ രാജ്യത്താകെ നടത്തിയ പണിമുടക്ക് ചരിത്രപരമാണ്. അത് വലിയൊരു കാര്യമായിട്ട് എടുക്കുകയും വേണം. ശരി, താങ്കളിലേക്ക് തിരികെ എത്താൻ ഇപ്പോൾ ടി നസറുദ്ദീൻ, വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ്. ശ്രീ ടി നസറുദ്ദീൻ, അത്തരത്തിൽ ട്രേഡ് യൂണിയൻ എന്തായാലും കടകൾ തുറക്കുന്നതിനെതിരല്ല, അല്ലെങ്കിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനെതിരല്ല. അപ്പോൾ നാളെ അടുത്ത ദിവസത്തെ പണിമുടക്കിൽ സംസ്ഥാനത്ത് ഈ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, അങ്ങനെ പ്രതീക്ഷിക്കാമോ? ഒരു കാര്യം പറഞ്ഞിട്ട്, 97 ദിവസം കഴിഞ്ഞ കൊല്ലം പണിമുടക്കിയ ആളുകളെ തൊഴിൽ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് അന്നൊന്നും ഉണ്ടാകാത്ത ഒരു ചർച്ചയും ഓളവും ഉണ്ടാക്കാൻ കഴിഞ്ഞ ഡിസംബർ 20 കേരളത്തിലെ വ്യാപാര മേഖലയിൽ, വ്യവസായ മേഖലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയ ആളുകളുടെ
യോഗത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളൊരു ഓളം ഉണ്ടാക്കിയതാണ്. അത് 2 ദിവസത്തെ പണിമുടക്കോടുകൂടി ആ ഓളം നന്നായി ഏച്ചി. ആദ്യം ഒരു കക്ഷി, ഇന്ത്യ ഭരിക്കുന്ന കക്ഷി നടത്തി. ഇപ്പം പ്രതിപക്ഷങ്ങളും കേരളം ഭരിക്കുന്ന കക്ഷിയും കൂടി നടത്തി. ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി കച്ചവടക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്ന്. പല പ്രാസംഗികന്മാരും ഇതിനെ എതിർക്കുന്നവരൊന്നും ഈ പൂച്ചക്ക് പണി കെട്ടാൻ വന്നിട്ടില്ല. പൂച്ചക്ക് പണി കെട്ടാൻ വന്ന് കേരളത്തിലെ വ്യാപാരി വ്യവസായി വർഗം 97 ദിവസം തൊഴിലാളികളോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ ലാഭവിഹിതവും നഷ്ടവും ജീവിതവും ബുദ്ധിമുട്ടിയപ്പോൾ എടുത്ത നടപടികളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആശയം വിജയിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി അങ്ങോട്ടുള്ള നാളുകളിലും പുതിയ സമരമുറകളെപ്പറ്റി നമുക്കെല്ലാവർക്കും ചിന്തിക്കാം. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, പൊതുജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, വ്യാപാരവും വ്യവസായം ഉണ്ടാകണം. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നവകേരളം സൃഷ്ടിക്കണം. അതിന് ഞങ്ങളെല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നാളെ കടകമ്പോളങ്ങൾ കൂടുതൽ തുറക്കുമെന്ന് ഈ സമയത്ത് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാനും ഞങ്ങൾ തുറന്നു വെച്ചാൽ നിങ്ങളൊക്കെ കടയിൽ കയറി സാധനം വാങ്ങിയാലേ ഞങ്ങൾക്കൊരു ആവേശം ഉണ്ടാവുള്ളൂ. അതിനും കൂടി തയ്യാറാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ആ വാഗ്ദാനം ജനങ്ങൾ വിശ്വസിക്കുന്നു. അഡ്വക്കേറ്റ് DB ബിനു, ശ്രീ കെ ചന്ദ്രൻപിള്ളയോട് ചോദിച്ച ചോദ്യം തന്നെ താങ്കളോട് ആവർത്തിക്കുകയാണ്. കേരളത്തിലടക്കം നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിൽ ഈ പണി മുടക്കിക്കൊണ്ടുള്ള സമരരീതി മാറാൻ, അല്ലെങ്കിൽ അത് മാറ്റി ചിന്തിക്കാനുള്ള സമയമായിട്ടില്ലേ? കെ ചന്ദ്രൻപിള്ള പറഞ്ഞു ഏറ്റവും അവസാനത്തെ വഴിയാണ് പണിമുടക്കെന്ന് പറഞ്ഞു. പക്ഷേ ആ പണിമുടക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എല്ലാ തരത്തിലും. അങ്ങനെയെങ്കിൽ പണിമുടക്കിയുള്ള സമരങ്ങൾ അത് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധ മാർഗങ്ങൾ കണ്ടെത്താനുള്ള സമയമായിട്ടില്ലേ? ശരിയാണ്, അദ്ദേഹം പറഞ്ഞ അവസാനത്തെ ആയുധം തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ആയുധം വളരെ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹവും സമ്മതിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എത്രയോ അനാവശ്യമായ സമരങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നടക്കുന്നുണ്ട്. ഇത് പലരും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സമരങ്ങളായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തൊഴിലാളികളുടെ ആവശ്യത്തിനെതിരെ അനുകൂലമായി നിൽക്കേണ്ട ജനങ്ങൾ തന്നെ പലപ്പോഴും എതിരായി നിൽക്കുകയും ഇത്തരത്തിലുള്ള സമരങ്ങളെ അതിശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഒരു സിവിൽ സൊസൈറ്റി ഉയർന്നു വരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. കാരണം അത്തരത്തിൽ ജനങ്ങൾക്ക് ശക്തമായൊരു വികാരം ഇത്തരത്തിലുള്ള സമരങ്ങളോട് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സമരങ്ങളുടെ ഉദ്ദേശശുദ്ധി തന്നെ പലതും നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. എത്ര സമരങ്ങളാണ് ഇത്തരത്തിൽ അവസാനത്തെ ആയുധം എന്ന രീതിയിൽ നമ്മൾ നടത്തിയിട്ടുള്ളതെന്ന് നോക്കണം. ഞാൻ ഈ സമരത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് വസ്തുവകകൾ അത് പൊതുവായാലും സ്വകാര്യമായാലും നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു സമഗ്രമായ നിയമം വേണം, അതിനുവേണ്ടി ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ തീരുമാനിച്ച സാഹചര്യം തന്നെ അതല്ലേ? ഇത്തരത്തിലുള്ള സമരമുറകൾ, ഹർത്താലുകൾ, ബന്ദുകൾ ഈ സാധാരണ ആളുകളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. പക്ഷേ പ്രതിഷേധ മാർഗം എന്താണ്? നിരവധി മാർഗങ്ങൾ, എത്രയോ മാർഗങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളൊരു ഭരണഘടന നിലനിൽക്കുന്ന, നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. എത്രയോ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നിയമപരമായ മാർഗങ്ങളുണ്ട്. ഈ നിരവധി മാർഗങ്ങളിലൂടെ നമുക്കിത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പോലും എത്ര ആകെ നടത്തിയിരിക്കുന്ന ഹർത്താലുകളുടെ എണ്ണം, പണിമുടക്കുകളുടെ എണ്ണം നമ്മൾ കണ്ടില്ലേ? ഇതിപ്പോൾ ഒരു ജനാധിപത്യ രാജ്യം നിലനിൽക്കുന്നു. ഈ ഒരു ഗവൺമെൻറ്, ഇപ്പോൾ CPM നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ സംസ്ഥാനത്തുണ്ട്. എന്നിട്ട് പോലും പലപ്പോഴും നമ്മൾ ഈ പാർട്ടികൾ തന്നെ ഇത് ഹർത്താലുകൾ നടത്തേണ്ടി വരുന്ന സാഹചര്യമില്ലേ? അത് ഫലപ്രദമായി നേരിടാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യമില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മുഖ്യമന്ത്രി തന്നെ അവസാനം ഇതിനെതിരെ നിയമങ്ങൾ നിർമ്മിക്കേണ്ടി വന്നില്ലേ? ഇതിനു മുമ്പ് AK ആന്റണിയുടെ കാലത്ത് ഉണ്ടാക്കിയ നിയമത്തെ അതിശക്തമായി എതിർത്ത CPMൻ്റെ ആളുകൾ തന്നെ ഇത്തരത്തിൽ ആ കാര്യങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ട് വന്നു? അങ്ങനെ ഒരു പുനർവിചിന്തനത്തിന് ഗവൺമെൻറ് തയ്യാറായ കാര്യം എന്താണ്? അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് തന്നെ ഇത് ബോധ്യം വന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ള സമരങ്ങളുടെ വഴി പിഴയ്ക്കുമ്പോൾ, അവിടെ അബദ്ധസഞ്ചാരം നടത്തുമ്പോൾ അതിന് ശക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകണം. ആ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ബോധ്യം ഗവൺമെൻറ്റിനുണ്ടാകണം. കാരണം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമപരമായ, ഭരണഘടനാപരമായ ചുമതല ഗവൺമെൻറ്റിനുണ്ട്. അത് നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തി കാണിക്കാത്ത ഗവൺമെൻറ്റിനെ ജനങ്ങൾ വലിച്ചെറിയും. അത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ കാണിക്കണം എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു പൊതുവായ കാര്യത്തിൽ കൂടി താങ്കൾ അഭിപ്രായം അറിയേണ്ടതുണ്ട്. താങ്കളിലേക്ക് തിരികെ എത്തപ്പോൾ ശ്രീ VR പ്രതാപനിലേക്ക്. ശ്രീ VR പ്രതാപൻ, ഇത്തരത്തിൽ രണ്ടുപേരും, ഇപ്പോൾ അഡ്വക്കേറ്റ് DB ബിനുവും കെ ചന്ദ്രൻപിള്ള അടക്കമുള്ളവർ സൂചിപ്പിച്ചു ഈ സമരമാർഗം ഏതാണ്ട് അവസാനിക്കാറായതാണ്, അല്ലെങ്കിൽ പുതിയൊരു മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രതിഷേധത്തിന് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പണിമുടക്കിനപ്പുറത്തേക്ക് പുതിയ മാർഗങ്ങൾ. താങ്കളുടെ തൊഴിലാളി യൂണിയൻ, അല്ലെങ്കിൽ തൊഴിലാളി എന്ന നിലയിൽ താങ്കൾക്ക് ആ കാര്യത്തിൽ എന്ത് പറയാനുണ്ട്, അല്ലെങ്കിൽ എന്ത് തോന്നുന്നു?
രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായാണ് തൊഴിലാളികളും തൊഴിൽ സമൂഹവും മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അത്തരം പരിവർത്തനങ്ങളെ ഉൾക്കൊള്ളാൻ തൊഴിലാളികൾക്ക് കഴിയും. സമരമുറകൾ മാറേണ്ട സന്ദർഭങ്ങളിൽ സമരമുറകൾ മാറും. ഇവിടെ ഞങ്ങൾ ഈ പണിമുടക്കിൽ വരുന്നതിനെ നിങ്ങൾ തെറ്റായി അല്ലെങ്കിൽ കുറ്റമായി ആരോപിക്കുമ്പോൾ ഇവിടെ 3 ദിവസം നീണ്ടുനിന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത ന്യൂഡൽഹിയിലെ മഹാധർണ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത മഹാധർണ ന്യൂഡൽഹിയിൽ നടന്നു. കേന്ദ്ര ഗവൺമെന്റ് എന്താണ് തൊഴിലാളികളുടെ ആവശ്യമെന്ന് ഒന്ന് വിളിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. നമ്മുടെ രാജ്യത്ത് എല്ലാ വർഷവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധ്യക്ഷനായി നടക്കുന്ന ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഉണ്ട്. ഇന്ത്യൻ ലേബർ കോൺഫറൻസിൽ ഇന്ത്യയിലെ തൊഴിലാളികളുടെ പ്രതിനിധികൾ, തൊഴിലുടമകളുടെ പ്രതിനിധികൾ, ഗവൺമെന്റിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഈ രാജ്യത്തുണ്ട്. അവിടെ നടക്കുന്ന ചർച്ചകളാണ് രാജ്യത്തെ തൊഴിൽ നയങ്ങളും തൊഴിൽ സ്ഥിതികളും തൊഴിലാളി താൽപര്യങ്ങളും വ്യവസായ താൽപര്യങ്ങളും ഭരണകൂട താൽപര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ ലേബർ കോൺഫറൻസിന്റെ മീറ്റിംഗ് നടന്നത്. അതിനുശേഷം ഇന്ത്യൻ ലേബർ കോൺഫറൻസിന്റെ മീറ്റിംഗ് നടന്നില്ല. ഞാൻ ഒരു അവസാനിപ്പിക്കാം. തീർച്ചയായും മാറ്റങ്ങൾ ആവശ്യമാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് തൊഴിലാളികളും ഉൾക്കൊള്ളും. പക്ഷെ ജനഹിതത്തിനെതിരായി തൊഴിലാളി വിരുദ്ധമായ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ തൊഴിലാളികളെ ഞെരുക്കി നിർത്തുമ്പോൾ വ്യക്തമാണ് താങ്കൾ മറുപടി. അഡ്വക്കേറ്റ് DB ബിനുവിലേക്ക് ഒരു വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് അല്പം മുമ്പ് ഒരു പ്രതികരണത്തിൽ നമ്മൾ കണ്ടതാണ്. വരുന്ന തലമുറയെ ഈ പറയുന്ന പണിമുടക്കുകൾ, ഹർത്താലുകൾ ബാധിക്കുന്ന വളരെ നെഗറ്റീവായിട്ടാണ്. തലമുറ മടിയന്മാരായി പോകുന്ന ഒരവസ്ഥയിലേക്ക്, ഹർത്താൽ വന്നാൽ പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ വീടിന് പുറത്തിറങ്ങാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അത്തരത്തിൽ വളരെ അപകടകരമായ നിലയിലേക്കല്ലേ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്? താങ്കൾ എന്നോടാണോ ചോദിക്കുന്നത്? അതെ, തീർച്ചയായും. യെസ്, തീർച്ചയായും. ഞാൻ അതാണ് അദ്ദേഹത്തോട് ഞാൻ ഈ പുതിയ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പ് ഇതിനെ സംബന്ധിച്ചൊരു പുനർവിചിന്തനം അനിവാര്യമായൊരു സാഹചര്യമാണ്. നമ്മൾ ആരും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കെതിരല്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ പൊതുസമൂഹം അവരെ കൂടെ നിർത്തിക്കൊണ്ടുള്ള സമരങ്ങളാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കാരണം അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അപ്പോൾ അതിന് എതിരായ ചില നിലപാടുകൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായി എന്നത് എത്രയോ, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സമരം നമുക്കറിയാം. എത്രയോ സമരങ്ങൾ നമ്മൾ നടത്തി. ഈ പറയുന്ന പ്രീ ഡിഗ്രി ബോർഡിനെ സംബന്ധിച്ചുള്ള സമരം നടത്തി. അതുപോലെ സ്വാശ്രയ കോളേജ്, എത്രയോ സർക്കാർ വാഹനങ്ങൾ നമുക്ക് നശിപ്പിക്കാം. ശരി. എന്തായാലും അത്തരത്തിൽ താങ്കൾ അഭിപ്രായത്തെ മാനിക്കുന്നു, പണിമുടക്കിനെ മാനിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ, പൗരാവകാശത്തിനുള്ള കടന്നുകയറ്റത്തെ അത്ര അംഗീകരിക്കാൻ കഴിയുന്നുമില്ല. വളരെ നന്ദി ശ്രീ കെ ചന്ദ്രൻപിള്ള, VR പ്രതാപൻ, R രഘുരാജ്, T നസ്രുദ്ദീൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് DB ബിനു ചർച്ചയിൽ പങ്കെടുത്തു. ഇത്തരത്തിൽ ബന്ധനത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള അവകാശം നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഇനി അവർ പ്രതികരിക്കും. പ്രതിഷേധത്തിന്റെ മറവിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പണിമുടക്കുകൾ ജനം തള്ളിക്കളയുക തന്നെ ചെയ്യും. പ്രതിഷേധങ്ങൾ ജനദ്രോഹമാകാതിരിക്കാൻ ശ്രമിക്കാം. 24 വേർഡിക്ട് പൂർണ്ണമാകുന്നു. ഇനി 24 എൻകൗണ്ടർ കാണാം. നമസ്കാരം. You are watching 24 from News Headquarters, Kochi. ഇന്നത്തെ